അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാരംഭിച്ച ഈ പ്രത്യേക മീറ്റിങ്ങിൽ അതിൻ്റെ രണ്ടാം രാത്രിയിലേക്ക് വന്നു ചേരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ ഈ സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൽ ഞാൻ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുടുംബം, അതുപോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനം ഈ രാത്രി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം അഥവാ തിരുവചനം നാം ഒരുമിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനും തുടങ്ങിയാണ്. സാധാരണയായി ഞാൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെടാറുണ്ട്. ഒന്ന്, ബൈബിൾ, ദൈവത്തിൻ്റെ വചനം കഴിവതും അതെ ഉപയോഗിക്കണം. അത് തുറന്നു പിടിച്ച് കയ്യിലിങ്ങനെ ആ പേജ് പോലും മറിക്കാതെ വെച്ചിരിക്കുന്ന ഒരവസ്ഥയല്ല. എടുക്കുന്ന റെഫറൻസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും അത് അടിയിൽ വരച്ച് സൂക്ഷിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഭാഗങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുകയും വേണം. രണ്ട്, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല ആശയങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ബൈബിളിനകത്ത് തന്നെ ചെറിയ പീസ് ഓഫ് പേപ്പർ നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എൻ്റെ ബൈബിൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇതിനകത്ത് കുറേയേറെ കുറിപ്പുകൾ ഞാൻ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ വായനയിൽ നിന്നും എൻ്റെ അറിവിൽ നിന്നും, അപ്പോൾ തന്നെ മറ്റു പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിൽ നിന്നും, എൻ്റെ വ്യക്തിപരമായ ധ്യാനത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഇൻസൈറ്റ്സ് ഒക്കെ ഞാൻ എൻ്റെ ബൈബിളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒത്തിരി സഹായമായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നാം കേൾക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഒരു ദിവസം അല്ലെ 2 ദിവസം അല്ലെ 3 ദിവസം. അത് കഴിയുമ്പോൾ മറ്റ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓർക്കേണ്ടി വരുമ്പോൾ പഴയത് ഓട്ടോമാറ്റിക് നമ്മളിൽ നിന്ന് അത് മാറിപ്പോകും. എന്നാൽ നാം എവിടെയെങ്കിലും എഴുതിയും കുറിച്ചും ഒക്കെ സൂക്ഷിച്ചു വെച്ചാൽ, എനിക്കറിയാം ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതെപ്പോഴും നമ്മുടെ കൈ കാണുകയില്ലെന്ന ബൈബിളിനകത്ത് തന്നെ ചില പേപ്പേഴ്സും ചിലതുകൊണ്ട് പേപ്പേഴ്സും അതിനകത്ത് ചില പോയിന്റ്സും ഒക്കെ ഒന്ന് എഴുതി കുറിച്ച് വെച്ചാൽ നമ്മുടെ പഠനത്തിന് അതെ വളർച്ചയ്ക്ക് അത് വളരെ സഹായമായി തീരും. കർത്താവിൻ്റെ രാത്രി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് നിർത്തിയ ഭാഗം ഇതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ദൈവത്തെ ആരാധിപ്പാൻ. ദൈവത്തെ ആരാധിപ്പാൻ എന്നുള്ള ആ ഉത്തമ ലക്ഷ്യത്തോടു കൂടെയാണ് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കി. മറുവശം പിശാച് ഇത് കുറിച്ചു വെച്ചു. ആരാധനയുടെ ദിവ്യമായ പദ്ധതിയിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ വഴിതെറ്റിക്കണം, ആ ദൈവിക പദ്ധതി എങ്ങനെ തകർക്കണമെന്ന് പിശാച് കുറിച്ചു വെച്ചു. ആ കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ വിഷയം കഴിഞ്ഞ രാത്രി നമ്മൾ എടുത്തത് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലവും സംഭവിക്കും. അപ്പൊ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലമാകുന്ന ചില ഭാഗങ്ങൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷമാണ് 4-5 അധ്യായങ്ങൾ കഴിഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് വന്ന് നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 5 പ്രത്യേകതകൾ നാം ഒരുമിച്ച് പഠിക്കും. അത് തന്നെ ഇന്ന് നമ്മുടെ ഇടയിൽ അക്ഷരാർത്ഥത്തിൽ നാം കാണുന്നത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം കർത്താവിൻ്റെ വരവാതിക്കലായി. അതായിരിക്കും നമ്മുടെ മെസ്സേജിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. Shall we turn to book of Genesis chapter 3? Genesis chapter 3 talks about the fall of man. The tragedy happened to the life of the first couple or first man. ആദിമ ദമ്പതികളിൽ സംഭവിച്ച ഒരു വലിയ വിപത്തിനെ കുറിച്ചാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിന് കാരണം പിശാച് തന്നെയായിരുന്നു. പിശാച് ഇവിടെ വെളിപ്പെടുന്നത് പാമ്പിന്റെ രൂപത്തിൽ. തിരുവചനം പഠിച്ചാൽ പിശാച് ഉപയോഗിക്കുന്ന 3 ഡ്രസ് കോഡുകളുണ്ട്, 3 വേഷമുണ്ട്. ഒന്ന്, പാമ്പിന്റെ വേഷത്തിൽ അവൻ.
2 പത്രോസ്ലീഹ പറയുന്നു, അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങട്ടു എന്ന് വെച്ച് അവരിങ്ങനെ ഊടാടി സഞ്ചരിക്കും. 3 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്, വെളിച്ചദൂതന്റെ വേഷം. വെളിച്ചദൂതൻ എന്ന് പറയുന്നത് അതെ ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ വേഷം ധരിച്ചുകൊണ്ട് നമ്മെ അവൻ വഴിതെറ്റിക്കും. സ്തോത്രം. ഈ 3 ടെസ്റ്റ് കോഡാണ് അഥവാ വേഷമാണ് പിശാച് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇതാ പാമ്പിന്റെ രൂപത്തിലാണ് പിശാച് വെളിപ്പെടുന്ന. ദൈവത്തിന് സ്തോത്രം. അതിന് 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാൾ പാമ്പ് കൗശലമേറിയതായിരുന്നു. അടുത്ത അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അടുത്തത് സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു. ശ്രദ്ധിക്കണം. ആദിമ ദമ്പതികളെ അല്ലെങ്കിൽ മനുഷ്യനെ പിശാച് തകർക്കുവാൻ ഉപയോഗിച്ചതായ 7 ട്രാപ്സ് ഉണ്ട്. 7 ട്രാപ്സ്. 7 വിധ തന്ത്രങ്ങളാണ് ഈ സ്ഥാനത്ത് പിശാച് ഉപയോഗിച്ചുകൊണ്ട് ആദിമ മനുഷ്യനെ തകർത്ത് കളഞ്ഞ 7 ട്രാപ്സ്. 1-ാമത്തെ ട്രാപ്പ് എന്ന് പറയുന്നത് ലോൺലിനെസ്, ഏകാന്തത എന്നുള്ളതാണ്. ഇവിടെ ഈ ഹൗവയെ ഒറ്റയ്ക്കാണ്, അതും വശീകരിച്ചുകൊണ്ട് തമ്പുരാൻ വിലക്കിയ ആ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ തൊട്ടടുത്ത്, ആ ഖനിയുടെ തൊട്ടടുത്ത് ഇവളെ ഒറ്റയ്ക്ക് കൊണ്ട് നിർത്തിയിരിക്കുക. ആ സമയത്ത് അവിടെ ഭർത്താവ് കൂടെ ഇല്ലായിരുന്നു. എവിടെ പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓഫീസിൽ പോയതാണോ എന്നോ എനിക്കറിയില്ല. ആ സമയത്ത് ഭർത്താവ് കൂടെ ഇല്ല. ഈ സ്ത്രീ തനിച്ച് ഇതാ ആ വിലക്കപ്പെട്ട ഖനിയുടെ മുമ്പിൽ നിൽക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. പിശാച് നമ്മെ തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മിലുള്ള വികാരം ഉണർത്തുവാൻ, വിചാരങ്ങളെ ഉണർത്തുവാൻ, ജഡത്തെ അതെ ഉദ്ദീപിപ്പിക്കുവാൻ പിശാച് ഉപയോഗിക്കുന്ന മണ്ഡലമാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. ദാവീദിന് സംഭവിച്ചത് നമുക്കറിയാം. തന്റെ യുദ്ധത്തിൽ നിന്നെല്ലാം താനൊന്ന് വിരമിച്ച് വിശ്രമത്തിനായി, അതും ഏകനായി തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഒരു മട്ടിൽ ഉലാവി നടക്കുമ്പോൾ അവന്റെ ദൃഷ്ടി അരുതാത്ത ഇടത്ത് ചെന്നു. അവന്റെ മനസ്സിൽ ചില ചിന്തകൾ പൊങ്ങി വന്നു. ആ ചിന്തകൾ ദുഷ്ടചിന്തകളായി ഒരു നിമിഷം കൊണ്ട് മാറി. നിമിഷ നേരം കൊണ്ടിതാ അന്യ ഒരു സ്ത്രീയെ മോഹിച്ചു കൈവശമാക്കി പാപം ചെയ്തു. ലോൺലിനെസ്, ഏകാന്തത, അതെപ്പോഴും അപകടമുളവാക്കുന്ന ഒന്ന്. ചില ആളുകളുണ്ട്, അവർ ഏകാന്തത എന്ന് പറയുന്നത് അവര് ഒത്തിരി ദുഷ്ടകാര്യങ്ങൾ അവർ ചിന്തിക്കുന്നു. ഭാര്യ സമ്മതത്തോടു കൂടി ആയിരിക്കാം ഭാര്യ വീട്ടിലോട്ടൊന്ന് പോയത്. വരാമെന്ന് പറഞ്ഞ ദിവസവും കഴിഞ്ഞു, പിറ്റേ ദിവസവും കഴിഞ്ഞു, 3-ാം ദിവസം ആയിക്കഴിഞ്ഞാൽ ഈ ഇഷ്ടന്റെ അതേ ഭാവമൊക്കെ മാറും. ഈ മനുഷ്യൻ തനിച്ച് വീട്ടിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ ഭാര്യയെ കുറിച്ചുള്ള നല്ല വശമല്ല ഈ പുള്ളി അന്നേരം ചിന്തിക്കുന്നു. ഉള്ള മോശ കാര്യങ്ങൾ മുഴുവൻ ചിന്തിക്കും. ഉള്ള നെഗറ്റീവ്സ് മുഴുവൻ ഈ മനുഷ്യന്റെ ഉള്ളിൽ കൂടി വരും. അവസാനം ഇതൊന്നും അറിയാതെ ഈ പാവപ്പെട്ട ഭാര്യ അതേ തൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങി അച്ചായൻ്റെ അടുത്ത് അച്ചായോന്ന് വിളിച്ചോണ്ട് വരുമ്പോൾ ഈ മനുഷ്യന്റെ മുഖമൊക്കെ ഒന്ന് കാണും. കാര്യം അതുവരെയും താൻ തനിച്ചായിരുന്ന സമയത്ത് ഈ ഭാര്യയുടെ ന്യൂനവശങ്ങളാണ് താൻ ചിന്തിച്ചുകൊണ്ട്. അവളെ എനിക്കറിയാം, കെട്ടിയ നാൾ മുതൽ അവൾ എന്നെ അനുസരിച്ചിട്ടില്ല, ഇന്ന് വൈകിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയവള്
അതും കഴിഞ്ഞ് പിറ്റേ ദിവസവും കഴിഞ്ഞ് 3-ാം ദിവസം കഴിഞ്ഞ് അവളുടെ അപ്പനെ കണ്ടപ്പോൾ അവൾ എന്നെ മറന്നു. അവളുടെ ആങ്ങളെ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളും എല്ലാം ഈ മനുഷ്യന്റെ ഉള്ളിൽ വന്നിട്ട് ഈ മനുഷ്യനെ ആള് മാറ്റും, ഇവനെ ഒരു ഭ്രാന്തനാക്കും. കാര്യം എന്താ? ലോൺലിനെസ്. ഈ ലോൺലിനെസ് പിശാച് നമ്മെ തകർക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഓരോരുത്തരെയല്ല അയച്ചത്, ഈരണ്ടായിട്ടാണ് അയച്ചത്. കാര്യം കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വലിയ ബലമാണ്. ഈ കൂട്ടായ്മ ബന്ധത്തിൽ പിശാചിന് കയറാൻ ഇടമില്ല. ഒരുമിച്ച് കൂട്ടായി നിൽക്കുമ്പോൾ ദുഷ്ട ചിന്താഗതികൾക്ക് അവിടെ സ്ഥാനമില്ല, ഒരിക്കലും സ്ഥാനമില്ല. എന്നാൽ ഈ കൂട്ടത്തിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് മാറി നിൽക്കുമ്പോൾ അരുതാത്ത ചിന്തകൾ മനസ്സിൽ കടന്നുകൂടും. ഇവിടെ പിശാച് ഉപയോഗിക്കുന്ന ലോൺലിനെസ് ആണ്, ഏകാന്തതയാണ്. ഇവിടെ ഒറ്റയ്ക്ക് കൊണ്ട് നിർത്തി അവിടെ ഉള്ളിന്റെ ഉള്ളറ ഇളക്കി വിട്ട്, ചിന്താഗതികളെ ഇളക്കി വിട്ട് ആ നിലയിൽ ഇവളെ ആക്രമിക്കുന്ന രംഗമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. പിശാച് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ട്രാപ്പാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാക്യം, ഒന്നാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ശ്രദ്ധിച്ചാൽ കാണാം. സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഈ വാസ്തവമായി എന്നുള്ള പദം അതിന്റെ അടിയിൽ വരയ്ക്കണം. അതാണ് കൺഫ്യൂസ് ചെയ്യിക്കുന്ന പദം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക, കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വായിച്ച സങ്കീർത്തനം ഏതാണ്? അപ്പൊ നിങ്ങളിൽ ഒരാൾ പെട്ടെന്ന് ഇയാൾ എഴുന്നേറ്റ് പറയും, പാസ്റ്ററെ അത് 91-ാം സങ്കീർത്തനം. അപ്പൊ ഞാൻ ആളിനോട് ചോദിച്ചു, ആളിനെ നോക്കിക്കൊണ്ട് എടുത്തൊരു ചോദ്യം ചോദിക്കും, വാസ്തവമായി 91-ാം സങ്കീർത്തനം തന്നെയാണോ പാസ്റ്റർ വായിച്ചത്? അപ്പൊ ആ മറുപടി പറഞ്ഞ ആൾ നിന്നൊന്ന് കഴിയും, ഒന്ന് ബുദ്ധിമുട്ട്, ഒന്ന് ചിന്തിക്കും, ചിന്തിച്ചിട്ട് ഇങ്ങനെ പറയും, 91 ആണെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പൊ വാസ്തവമായി എന്ന ചോദ്യം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അതിലൊരു കൺഫ്യൂഷൻ വരികയാണ്. പിശാചിന്റെ പദ്ധതിയും അതാ, നമ്മെ കൺഫ്യൂസ് ചെയ്യും. എന്താ കൺഫ്യൂസ് ചെയ്യുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ, അവന്റെ വചനങ്ങളെ, അവന്റെ കൽപ്പനകളെ കൺഫ്യൂസ് ചെയ്യും. ഇത് ശരിയാണോ, ഇത് വേണോ, അതോ ഇത് വേണ്ടയോ? ഈ ചോദ്യങ്ങളും ചിന്തകളും രക്ഷിക്കപ്പെടുന്ന കാര്യം പറയുമ്പോഴും ഇവൻ കൺഫ്യൂസ് ചെയ്യിക്കും. എന്താ കൺഫ്യൂസ്? രക്ഷ, അതെന്നെ രക്ഷയാ? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വീണാൽ അത് രക്ഷയല്ലേ? ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വളർന്നു കഴിഞ്ഞാൽ അത് രക്ഷയുടെ അനുഭവമല്ലേ? ഇങ്ങനെയുള്ളതായ കൺഫ്യൂസിങ് ചിന്താഗതികൾ ഇവൻ മനസ്സിൽ കൊണ്ടുവന്നിടും. സ്നാനത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് തന്നെ, വാസ്തവമായി സ്നാനപ്പെട്ടെങ്കിലേ സ്വർഗത്തിൽ പോകും. അത് പെന്തിക്കോസ്തുകാരുടെ ഒരു നയമല്ലേ? സ്നാനപ്പെടാത്തപ്പോ ആരും സ്വർഗത്തിൽ പോകുകയില്ലേ? ക്രൂശിൽ കിടക്കുന്ന കള്ളൻ സ്വർഗത്തിൽ പോകുകയില്ലേ? ഈ നിലയിൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന പദ്ധതിയാണ് പിശാചിന്റെ പദ്ധതി. അവന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിന്നെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റി നിർത്തുക, തകർത്ത് കളയാൻ. ദൈവത്തിന് സ്തോത്രം. പിശാച് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ അതേ ട്രാപ്പാണ് അൺഡ്യൂ പ്രോമിസസ് എന്ന് പറയും. എന്താ അൺഡ്യൂ പ്രോമിസ്? അർഹതയില്ലാത്ത, ആമേൻ അംഗീകരിപ്പാൻ കഴിയാത്ത വലിയ വാഗ്ദത്തങ്ങൾ. അത് പിശാചിന്റെ ഒരു വലിയ ട്രാപ്പാണ് ദൈവമക്കളെ. മൂന്നാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, നാലാമത്തെ വാക്യമായി പാപസ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് ഒരു പ്രോമിസാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അടുത്തത് വായിച്ചോ, അടുത്തത് ഇച്ചിരി ഉറക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകാനുള്ള കുറുക്ക് വഴിയായി ഇവൻ വെച്ചു കൊടുക്കും. അൺഡ്യൂ പ്രോമിസസ്. ഇന്ന് സകല ആളുകളുടെ ആഗ്രഹം അതല്ലേ? ദൈവത്തെ പോലെ ആകണം, ദൈവതുല്യമാകണം, ആ ദൈവത്തിലുള്ള സ്ഥാനവും മാനവും എനിക്കും കിട്ടണം. ആദിമ അതേ ദൂതനും ആഗ്രഹിച്ചത് തന്നെയാണ്. വീണുപോയ ദൂതനതാ ആഗ്രഹിച്ച് ദൈവത്തെ പോലെ ആകണം. ഇത് പിശാച് ഒരുക്കുന്ന കുറുക്ക് വഴികളാണ് ദൈവമക്കൾ. ഇന്ന് ആത്മീയ കമ്പോളത്തിൽ നമ്മൾ കാണുന്ന ഇത് തന്നെയാണ്. കുറുക്ക്
കുറുക്കു വഴികൾ ഉപയോഗിച്ച് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും. എനിക്കറിയാം, അടുത്തറിയാവുന്ന ചില സഭകൾ, നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ വന്നാൽ മതി, നിങ്ങൾ ഈ ആരാധന പങ്കുകൊണ്ടാൽ മതി, സ്വർഗം ഷുവറ. പോകട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നും വേർപാട് ആചരിക്കണമെന്നൊന്നും ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ അതേ കർത്തൃമേശ ആചരിക്കാം. അതിന് സ്നാനം ആവശ്യമില്ല. എനിക്കറിയാം, സ്നാനം പോലും കൊടുക്കാതെ കർത്തൃമേശയെ പങ്കുകൊള്ളിക്കുന്ന സഭകൾ എനിക്കടുത്തായി. സ്നാനം ആവശ്യമൊന്നുമില്ല. സ്നാനം കർത്തൃമേശയ്ക്കുള്ള അതേ മാനദണ്ഡമല്ല. അതുകൊണ്ട് കർത്തൃമേശയെ നിങ്ങൾക്ക് പങ്കുകൊള്ളാം. അവസരം കിട്ടുന്നവരൊക്കെ സ്നാനപ്പെട്ടാൽ മതി, അത് നിർബന്ധമില്ല. പക്ഷേ സ്വർഗം നിങ്ങൾക്ക് ഉറപ്പാണ്. ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. നിങ്ങൾ ദൈവത്തെ പോലെയാകും. നോക്കണേ, കുറുക്കു വഴിയിൽ കൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക, ഇത് പിശാചിന്റെ വലിയൊരു പദ്ധതിയാണ്. അവൻ കൊടുക്കുന്ന അൺഡ്യൂ പ്രോമിസസ്, അതേ അർഹതയില്ലാത്ത, യോജിക്കാത്ത, അംഗീകരിക്കാൻ ഒക്കെ അംഗീകരിക്കാൻ അതേ കഴിവില്ലാത്തതായ വലിയ വാഗ്ദത്തങ്ങൾ, വലിയ പ്രോമിസസ് ആണ് ദൈവം കൊടുക്കുന്നത്. അതെ ഇന്ന് പിശാച് കൊടുക്കുന്നു. വലിയ പ്രോമിസസ് ആണ്. ദൈവം പ്രോമിസ് കൊടുക്കും, മറുവശത്ത് പിശാചും പ്രോമിസ് നൽകും. പിശാചിന്റെ പ്രോമിസ് വലിയ പ്രോമിസ്, അത് കുറുക്കു വഴി കൂടെ. ദൈവത്തിന്റെ പ്രോമിസും പിശാചിന്റെ പ്രോമിസ് തമ്മിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ദൈവത്തിന്റെ പ്രോമിസ് എപ്പോഴും കണ്ടീഷണലാണ്. ദൈവമാണ്, ഇന്നത് ചെയ്താൽ, നീ ഇന്നത് ചെയ്താൽ ഞാൻ നിനക്ക് ഇന്നത് ചെയ്യും, നീ എന്റെ കൽപ്പന അനുസരിച്ചാൽ ഞാൻ നിന്നെ ഉയർത്തും. ദൈവത്തിന്റെ പ്രോമിസ് എപ്പോഴും കണ്ടീഷൻ. എന്നാൽ പിശാചിന്റെ പ്രോമിസ് കണ്ടീഷണൽ അല്ല. അവൻ ഹൈ ആൻഡ് ഫാൻസി പ്രോമിസസ് ആ തരുന്നത്. നിന്നെ അതുപോലെ ആക്കാം, നീ ഇതുപോലെ ആകും, ഈ നിലയിലായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. ഓർത്തോളം, ഇത് പിശാചിന്റെ വലിയൊരു ട്രാപ്പാണ്, അൺഡ്യൂ പ്രോമിസസ്. നാലാമത്തെ ട്രാപ്പാണ് മിസ് ഇന്റർപ്രറ്റിംഗ് ഗോഡ്സ് വേർഡ്. ദൈവവചനത്തെ കോട്ടിക്കളയുക, വികലമാക്കുക. നോക്കണം, മൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സ്ത്രീ പാമ്പിനോട് പറയും, നോക്കൂ, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തിന്നരുത്, തൊടുകയും അരുത്. വാസ്തവത്തിൽ ദൈവം എന്നാ പറഞ്ഞത്? 2:17 വായിച്ച്, ബാക്കി ഒന്ന് വായിച്ച് സഹായിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇക്കാര്യത്തിൽ ഒന്ന് ഉത്സാഹിച്ചേ പറ്റൂ. കർത്താവ് പറഞ്ഞതല്ല, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. ഇവിടെ സ്ത്രീ പറയുന്നതല്ല, വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്. ഇവിടെ 2 അപകടങ്ങളാണ് ഈ സ്ത്രീ വരുത്തി വെച്ചത്. ഒന്ന് സിൻ ഓഫ് ഒമിഷൻ, 2 സിൻ ഓഫ് കമ്മീഷൻ. കർത്താവ് പറഞ്ഞ കാര്യം ഇവള് വിട്ടുകളയുന്നു, പറയാത്ത കാര്യം ഇവള് കൂട്ടിച്ചേർക്കും. കർത്താവ് പറഞ്ഞ കാര്യം എന്താ? തിന്നുന്ന നാളിൽ മരിക്കും. ഇവള് പറയുമ്പോഴോ ആ മരിക്കും, അത് വിട്ടുകളയും. 2, കർത്താവ് പറഞ്ഞു തിന്നരുത് എന്നേ പറഞ്ഞോളൂ, തുടരുന്ന് പറഞ്ഞില്ല. ഇവള് പറയുമ്പോൾ തിന്നുകരുത്, തൊടുകയും അരുത്. ദൈവവചനത്തോട് അതെ കൂട്ടിച്ചേർക്കുന്ന അനുഭവം, ദൈവവചനത്തിൽ നിന്ന് ചിലത് വിട്ടുകളയുന്ന അനുഭവം. ഞാൻ സാറിനെ ദൈവവചനത്തെ ഈ പാലിനോട്, മായമില്ലാത്ത പാലിനെ കുറിച്ച് പത്രോസ്ലീഹ പറയുന്നത്, ഈ മായമില്ലാത്ത പാലിൽ 2 ദോഷങ്ങൾ നമുക്ക് വരുന്നു. ഒന്ന്, ഇത് ഡൈലൂട്ട് ചെയ്യും, വെള്ളമൊഴിച്ച് ഡൈലൂട്ട് ചെയ്യും. പുറമേ നോക്കിയാൽ വെളുത്ത നിറം പാല് പോലെ ഇരിക്കും, പക്ഷേ ഒരു ഗുണവുമില്ലെന്നേ ഉള്ളൂ, ഡൈലൂട്ട് ചെയ്യും. അപ്പോൾ തന്നെ ഇതിനകത്ത് മാരകമായ വിഷം നമുക്ക് ചേർക്കാം, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒക്കെയില്ല, വിഷം ചേർക്കാം. ഇന്ന് ദൈവവചനത്തോടും ഇത് തന്നെയാണ് ദൈവമക്കളെ ചെയ്യും. ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കുക. വേർപാടിന്റെ ഉപദേശം ദൈവമേ ഇന്ന് കേൾക്കാനില്ല. ഇന്ന് ആത്മീയരാരാ അലാത്മീയരാരാ തിരിച്ചറിയാൻ പ്രയാസം. ഒരു സമയത്തൊക്കെ ദൈവമക്കളെ കണ്ടാൽ അവരുടെ വേഷം, അവരുടെ നടപ്പ്, അവരുടെ ഭാവം, അവരുടെ നോട്ടം, സമീപനം, വസ്ത്രധാരണം, ജീവിതശൈലി, ഇത് കണ്ടാൽ മനസ്സിലാവും. ഒരു പെന്തിക്കോസ്തുകാരനെ
എത്ര തിരക്കുള്ള ബസ് സ്റ്റാൻഡിൽ വെച്ചാലും കണ്ടാൽ മനസ്സിലാകും. അതേ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നാൽ കണ്ടാൽ മനസ്സിലാകും. ഇന്ന് വീരപ്പനാര, സഭയിലെ ചാക്കോച്ചൻ ആരാന്ന് തപ്പി നോക്കണം. ഇവനാണോ നമ്മുടെ സഭയെ കൂടി നടക്കുന്ന ചാക്കോച്ചൻ, അതോ ഇവൻ വീരപ്പനാണ്? ഇന്ന് സംശയമാണ്. കാരണം രണ്ടുപേർക്കും അതുപോലുള്ള മീശ, രണ്ടുപേർക്കും അതുപോലെ ഡ്രസ് കോഡ്. ആ നിലയിൽ പിശാചാക്കി വെച്ചു ദൈവമക്കൾ. കാര്യം എന്താ? വചനത്തെ ഡൈലൂട്ട് ചെയ്യും. എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ഇത് ഏത് ബൈബിളാ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പോട്ടെ. മറ്റൊന്ന് കൂട്ടിച്ചേർത്ത്, വചനത്തിൽ ഇല്ലാതെല്ലാം കൂട്ടിച്ചേർത്ത് പഠിപ്പിക്കും. എൻ്റെ കർത്താവെ, ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ ഇച്ചിരി വചനം പഠിച്ചു പോയത് കൊണ്ടാണോ എന്ന് ഞാൻ തോന്നിപ്പോയി. എൻ്റെ കർത്താവെ, 4+3 6 എന്ന് പറയുമ്പോൾ മാത്തമെറ്റിക്സ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അത് കേട്ടാൽ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഇല്ലെങ്കിൽ ഒരാളൊക്കെ തീർത്ത് പറയുന്നത് ആത്മാവിൽ അങ്ങനെ ദൈവം വെളിപ്പെടുത്തി ഞാനത് പറയാം 4+3 6. ആത്മാവ് 4+3 6 എന്ന് പഠിപ്പിക്കുമോ? മാത്തമെറ്റിക്സ് പഠിച്ചിട്ടുള്ള നമ്മൾ 7 പഠിച്ചിട്ടുള്ളൂ. ഇത് ദൈവം അതുപോലെ എടുത്ത് ആത്മാവിന്റെ കെറോഫിൽ തോന്നിയ രീതിയിൽ വ്യാഖ്യാനിച്ചു പോകും. ദൈവസഭയെ കുഴയ്ക്കുന്ന 2 മിസ്സുമാരുണ്ടെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. മിസ്സുമാരെന്ന് പറയുമ്പോൾ സഹോദരിമാരെന്നോട് പിണങ്ങരുത്. അപ്പൊ വിവാഹം കഴിക്കാത്തവരെല്ലാം ദൈവസഭയ്ക്ക് ദോഷമാണ് നിങ്ങൾ ചിന്തിക്കുകയത്. 2 മിസ്സുമാരുണ്ട്. അത് ദൈവസഭയ്ക്ക് എന്നും ദോഷമാണ്. 1 മിസ് അണ്ടർസ്റ്റാൻഡ്, 2 മിസ് ഇന്റർപ്രിട്ടേഷൻ. 1 മിസ് അണ്ടർസ്റ്റാൻഡ്, തെറ്റിദ്ധരിക്കുക, തെറ്റിദ്ധാരണ. അന്നമ്മ ചിന്നമ്മയെ തെറ്റിദ്ധരിക്കുന്നു, യാക്കോച്ചൻ അവറാച്ചനെ തെറ്റിദ്ധരിക്കുന്നു. മിസ് അണ്ടർസ്റ്റാൻഡ്. 2 മിസ് ഇന്റർപ്രിട്ടേഷൻ, ദുർവ്യാഖ്യാനം. വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക, ദുർവ്യാഖ്യാനം. ഇത് 2 ദൈവസഭയ്ക്ക് ദോഷമായി വന്നിരിക്കുക. സ്തോത്രം. ഇവിടെ ഇതാ പിശാച് ഉപയോഗിക്കുന്ന 4ാമത്തെ തന്ത്രം, മിസ് ഇന്റർപ്രറ്റിംഗ് ഗോഡ്സ് വേർഡ്. ഇവൻ ഉപയോഗിക്കുന്ന 5ാമത്തെ തന്ത്രം നോക്കണേ. ഇനിയും 5 മുതലുള്ള 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിശാച് പുറത്തു നൽകി സംസാരിക്കുന്നു. പിശാച് ഓൾറെഡി ഇവളുടെ അകത്ത് കയറി. ചോദ്യം, എപ്പോൾ ഇവളുടെ അകത്ത് കയറി? ഉത്തരം, ഇവള് പിശാചിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അരുതാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചു. അതിൽ കൂടെ പിശാച് ഇവളുടെ അകത്ത് കയറി. സ്തോത്രം. ചില വാക്കുകളിൽ കൂടെ പിശാച് അകത്ത് കയറി. പ്രത്യേകം ശ്രദ്ധിച്ചോ. ഈ നോഹ പെട്ടകമൊക്കെ തീർത്തു. സകല മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഈരണ്ടായി ആ പെട്ടകത്തിനകത്ത് കയറാൻ അനുവദിച്ചു. ഒടുവിൽ നോഹയും കുടുംബവും പ്രവേശിച്ചു. ഒരാളത് ഭാവനയിൽ കണ്ടത് ഞാൻ എവിടെയോ വായിക്കാനിടയായിരിക്കും. രസം തോന്നി. അന്ന് രാത്രിയില് കുടുംബ പ്രാർത്ഥനയ്ക്കായി ഇതാ നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ മുട്ടുകുത്തു. എവിടുന്നറിയില്ല പിശാചിത ഓടി അവിടെ അടുക്കുന്നത്. നോഹ അത്ഭുതപ്പെട്ടു. പിശാചിനെ നോക്കിയിടാ, നീ എവിടുന്ന് വന്നു കയറി? ഉടനെ പിശാച് തിരിച്ചു ചോദിച്ചു, അറിയത്തില്ലേ ഞാൻ എവിടുന്ന് വന്നു കയറി? നോഹ പറഞ്ഞു, നിന്നെ ഞാൻ ഇതിനകത്ത് കയറ്റിയില്ല. ഞാൻ പറവകൾ നീ രണ്ടിനെയും മൃഗങ്ങൾ നീ ഇതിനകത്ത് കയറ്റി. നിന്നെ ഞാൻ കയറ്റിയില്ല. നീ എവിടുന്ന് വന്നു കയറി? ഉടനെ പിശാച് വിട്ടില്ല. ഒന്ന് ഓർത്ത് നോക്ക്, എന്നെ ഓർക്കാനാ ഞാൻ നിന്നെ ഇതിനകത്ത് കയറ്റിയില്ല. വീണ്ടും പിശാച് ഒന്നുകൂടെ ഓർത്ത് നോക്ക്. ഉടനെ നോഹ പറഞ്ഞു, ഇല്ല, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, ഞാൻ നിന്നെ ഇതിനകത്ത് കയറ്റിയിട്ട്. എന്നാൽ ഓർമ്മയുള്ള പിശാച് മറുപടി പറഞ്ഞു, ഞാൻ പറയാം. ആ കഴുത താങ്ങിയും തൂങ്ങി ഇങ്ങനെ ആ പെട്ടകത്തിലോട്ട് കയറുന്ന സമയത്ത് നോഹേ, നീയല്ലേ പറഞ്ഞേ കയറി പിശാചേ അകത്ത്? അങ്ങനെ ഞാൻ അകത്ത് കയറിയതാ. സ്തോത്രം. വാസ്തവത്തിൽ കഴുതയെ നോക്കിക്കൊണ്ടാ നോഹ പറഞ്ഞത്. കയറി പിശാചേ അകത്ത് പറഞ്ഞ ഈ താങ്ങിയും തൂങ്ങി നീ അത് കയറുന്ന പറഞ്ഞതാ. ആ വാക്കിൽ കൂടെ ഇതാ പിശാച് പെട്ടകത്തിനകത്ത് കയറി. എപ്പോഴും ഓർക്കണം, അരുതാത്ത വാക്കുകൾ നാം ഉപയോഗിക്കുമ്പോൾ അതിനകത്തൂടി അവനകത്ത് കയറും. നല്ല പിശാച് ഇട്ട് കൊടുക്കുന്ന നല്ല ബാലമാണ് അരുതാത്ത വാക്കുകൾ, സംഭാഷണങ്ങൾ. അതിൽ കൂടെ പിശാച് അകത്ത് കയറും. പിശാചിനെ അകത്ത് കയറിയിട്ട് ഉപയോഗിക്കുന്ന 3 ട്രാപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ ആ എണ്ണം അനുസരിച്ച് 5ാമത്തെ ട്രാപ്പ് ഫ്ലഷ്ലി ഡിസയർ എന്ന് പറയും. 6ാമത്തെ വാക്യം വായിക്കാം. ആ വൃക്ഷഫലം 1.
വൃക്ഷഫലം തിന്മാൻ നല്ലത്. ഇതാണ് ഫ്ലഷ്ലി ഡിസയർ. നമ്മുടെ ജഡത്തെ ഇവൻ അതെ കോൺട്ര ചെയ്ത് കഴിഞ്ഞു. ആ ജഡത്തെ ഇവൻ ഇളക്കിക്കഴിഞ്ഞു. അതിന്റെ വികാരങ്ങളെ ഇളക്കിക്കഴിഞ്ഞു. അതിന്റെ ചിന്തകളെ ഇവൻ ഇളക്കിക്കഴിഞ്ഞു. ആ ഫലത്തെ തന്നെയാണ് ഇവൻ നോക്കി നിൽക്കുന്നത്. എന്നിട്ട് അവളോട് തന്നെ പറയുക, തിന്മാൻ നല്ലത് ദൈവത്തിന്. ഫ്ലഷ്ലി ഡിസയർ, ജഡത്തെ ഇളക്കി വിട്ട് ദൈവവൈതലെ നിന്നെ കൊണ്ട് പാപം ചെയ്യും. അതാ പിശാചിന്റെ പദ്ധതി. ഇത് ദൈവം കൽപ്പിച്ചതാണോ വിലക്കിയതൊന്നും ഇവിടെ വിഷയമല്ല. വല്ല വിധേനയും അത് പറിക്കണം, തിന്നണം. അതാണ് പിശാച് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇതാണ് ഫ്ലഷ്ലി ഡിസയർ. ഓരോ ദിവസവും അതിന്റെ ഓരോ നിമിഷവും എത്രയെത്ര ദുഷ്ടചിന്തകളാണ് നമ്മുടെ ജഡത്തിൽ കൂടെ വെളിപ്പെട്ടു വരുന്നത്. ചിലതിനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലത് സംസാരിക്കുമ്പോൾ, ചില ചിത്രങ്ങൾ കാണുമ്പോൾ, ചില ആഹാര സാധനങ്ങൾ, നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാത്ത ചില ഡ്രിങ്ക്സുകൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അത് ജഡത്തെ ഇവൻ ഇളക്കി വിടും. കുഴപ്പമില്ല, അത് മദ്യപിച്ചതുകൊണ്ട് വീഞ്ഞല്ലേ, കുഴപ്പമൊന്നുമില്ല. വീഞ്ഞ് അല്പം സേവിച്ചു കൊള്ളാൻ തിമോഥെയോസിനോട് പൗലോസും പറഞ്ഞല്ലോ, അല്പം സേവിക്കാൻ കുഴപ്പമില്ല. ഒരാൾ പറഞ്ഞു അല്പം വീഞ്ഞെന്ന് പറഞ്ഞാൽ അല്പം 8 ഔൺസ് എന്ന് അവളി വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നത്. അതിലെല്ലാം വേദവാക്യം അവളി ഉപയോഗിച്ചത്. 1 പത്രോസ് 3:18 നമ്മൾ വായിച്ചാൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേരാണ് പെട്ടകത്തിൽ കയറിയത്. അപ്പൊ അല്പജനം 8 പേര്. അല്പം വീഞ്ഞ് കുടിക്കാന്ന് പറഞ്ഞാൽ 8 ഔൺസ് വരെ തട്ടാവുന്ന ഒരാടവായൊക്കെയാണ് സഹോദരൻ. പോട്ടെ, അപ്പൊ ആ നിലവീഞ്ഞ് കുടിക്കാം, കുഴപ്പമില്ല. ഒരിച്ചിരി ലഹരിയൊന്നും വന്നുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഓർത്തോടെ, ദൈവത്തിന്റെ ആത്മാവ് വിലക്കുന്ന ഒന്നിലേക്ക് നിന്റെ കൈ നീട്ടുമ്പോൾ, ഓർത്തോണം, നീ സ്വയമേ അല്ലത് ചെയ്യുന്നത്. പിശാചിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ശക്തമായി പ്രവർത്തിച്ചിട്ട് നീ അല്ലേ കൈ നീട്ടുന്നത്. പിശാച് നിന്നെ കൊണ്ട് കൈ നീട്ടിക്കുക. ഇന്ന് രാത്രി തിരിച്ചറിയുവാൻ എത്ര ദൈവമക്കളുണ്ട് സ്തോത്രം. ഫ്ലഷ്ലി ഡിസയർ. അടുത്ത ട്രാപ്പാണ്. ആ ഭാഗത്തിന്റെ അടുത്ത ഭാഗം നോക്കാം. 1 തിന്മാൻ നല്ലത്. അടുത്തത് കാണാൻ ഭംഗിയുള്ളത്. ഇതാണ് ഈവിൾ ഐ എന്ന് പറയും, ദുഷ്ട കണ്ണ്. പിശാച് അവയവത്തെ മുഴുവൻ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ മുഴുവനും കോൺകർ ചെയ്യും. തിന്മാൻ നല്ലത്. ഇതാ ജഡത്തെ അവൻ കോൺകർ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ കണ്ണുകളെ അവൻ കോൺകർ ചെയ്യുക. അവൾ നോക്കുമ്പോൾ മനോഹരമായ ഒരു ഫലം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, every first look is not dangerous, and even second look is also not dangerous, but the further looks that will put you in danger. ആദ്യത്തെ നോട്ടം നല്ല കുഴപ്പമില്ല. ഒരു റോസാപ്പൂ കണ്ടു, ആരായാലും നോക്കും, അത് സ്വാഭാവിക കണ്ണുള്ളത് കൊണ്ട് നോക്കും. അത് നല്ല നിറമുള്ള റോസാപ്പൂ എങ്കിൽ നമ്മൾ ഒന്നുകൂടെ നോക്കും, എത്ര മനോഹരമായിരുന്നു. ഈ 2 നോട്ടം അത് മതി, മൂന്നാമതൊരു നോട്ടം വേണ്ട. മൂന്നാമതൊരു നോട്ടം വരുമ്പോൾ നിനക്ക് പതുക്കെ അടുക്കാൻ തോന്നും, അടുത്ത് കഴിയുമ്പോൾ പിന്നെ പറിക്കാൻ തോന്നും, പറിച്ചു കഴിഞ്ഞാൽ പിന്നെ പോക്കറ്റിലാക്കാൻ തോന്നും. ഇതെല്ലാ തലങ്ങളിലും അതാ. ഞാൻ റോസാപ്പൂവിന്റെ കാര്യം പറഞ്ഞ ഡാഷ് ചേർത്ത് പറഞ്ഞില്ല. ആദ്യത്തെ നോട്ടം കുഴപ്പമില്ല, രണ്ടാമത്തെ നോട്ടവും വലിയ കുഴപ്പമില്ല. എന്നാൽ അടുത്ത നോട്ടം നിന്നെ പാപത്തിലേക്ക് തള്ളിയിടും. നിന്റെ കൈകൊണ്ട് തന്നെ ആ പൂ പറിക്കും. ആ പൂ പറിക്കുക മാത്രമല്ല, നീ പോക്കറ്റിലാക്കും. അതാ ദാവീദ് ചെയ്തത്. അവന്റെ ആദ്യത്തെ നോട്ടം വലിയ കുഴപ്പമില്ല, പിന്നെ അവൻ ഒന്നുകൂടെ നോക്കി. അടുത്ത നോട്ടത്തെങ്കിൽ ഇതാ ആ സ്ത്രീയെ അവൻ വശീകരിച്ചു കഴിഞ്ഞു. അത് ദുഷ്ടന്റെ പദ്ധതിയാണ്, പിശാചിന്റെ പദ്ധതിയാണ്. നോക്കണേ, ഇവിടെ കണ്ണുകളിൽ കൂടെ ഈ പിശാച് പ്രവർത്തിച്ചിട്ട് അവൾ തന്നെ പറയാ, കാണാൻ നല്ലത്, കാണാൻ നല്ലത്. ഇനി 7ാമത്തെ ട്രാപ്പാണ് ഇന്റലക്ച്വൽ അരഗൻസ് എന്ന് പറയും. അതെ, നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം. കാണാൻ ഭംഗിയുള്ളതും അടുത്തത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. എന്ത് പറിച്ചു നിന്നാൽ? ഈ ഫലം പറിച്ചു നിന്നാൽ. ഇന്റലക്ച്വൽ അരഗൻസ്, ജ്ഞാനം
അത് ദൈവത്തെ പോലുള്ള ജ്ഞാനം, അത് വർദ്ധിക്കണം, അതിൽ ഉയരണം. ദൈവത്തിന് സ്തോത്രം. ഈ 7 ട്രാപ്പുകൾ ഇതാ പിശാച് ഒരുക്കി വെച്ചിട്ട് ആ ചവിട്ടുപടികൾ കൂടി ഇവൻ കയറി ഹവ്വയിൽ പ്രവേശിച്ച്, ചുരുക്കി പറഞ്ഞ അവളെ കൊണ്ട് തന്നെ ആ വൃക്ഷഫലം പറിച്ചു. അവൾ തിന്നുക മാത്രമല്ല, അവിടെ ഭർത്താവിന് കൊടുത്തു എന്ന വായിക്കുന്ന സ്തോത്രം. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്നുമല്ല, ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നൊന്നുമല്ല. എന്നാൽ ഈ ഫലം, അതും സാധാരണ അതെ തിന്നാത്ത ഈ ഒരു ഫലം ഇവന് കിട്ടിയപ്പോൾ, ഞാൻ ഈ പദം ഉപയോഗിക്കുന്ന നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, ഈ പെൻകോന്തന് വേണമെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു, എടി ഇന്ന് വരെ തിന്നാത്ത ഈ ഫ്രൂട്ട് ഇതൊന്ന് കിട്ടിയടി കൊച്ചേ, ഒന്ന് ചോദിക്കാൻ. പക്ഷേ ആ പെൻകോന്തൻ ഭാര്യ കൊടുത്തു, അത് വാങ്ങിച്ചു, അത് വായിലിട്ട് കടിച്ചു തിന്നുകയല്ലായിരുന്നു, വിഴുങ്ങുകയായിരുന്നു. വിഴുങ്ങി കഴിഞ്ഞപ്പോഴാ ഇവള് പറയുന്നത്, അയ്യോ ചോയോ അമ്പുരാൻ വിലക്കിയതാ. കയറി കൊങ്ങായിക്ക് ഒരു പിടി പിടിച്ചു. അങ്ങനെയായി പുരുഷന്മാരുടെ കൊങ്ങായിക്ക് ഏതോ ഇച്ചിരി തൂങ്ങിക്കിടക്കുന്നത്. എൻ്റെ ദൈവകൃപയാൽ എനിക്കതില്ലാത്തത് ഞാൻ ദൈവത്തെ. അപ്പോഴാണ് ഇവൻ കയറി ഒരു പിടി അടിപൊളി എന്നും പറഞ്ഞു, ഒരു പിടി. അപ്പോഴത്തേക്ക് തൊണ്ടയുടെ പകുതിക്ക് വന്നു കഴിഞ്ഞു. സ്വത്ത് പോകട്ടെ, ഒരു കുടുംബം മുഴുവൻ തകർന്നു. ദൈവമക്കളെ, വേദജ്ഞാനിയായ റോബിൻ ബോയ്ഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, Eve fell by deception, whereas Adam fell by affection. ഹവ്വ പിശാചിന്റെ ചതിയിൽ അവൾ വീണുപോയി. എന്നാൽ ആദാമോ അവളുടെ സ്നേഹത്തിൽ അവൻ വീണുപോകുന്നു. ദൈവത്തിന് സ്തോത്രം. എനിവേ, ഒരു കുടുംബം മുഴുവൻ അതെ തകർന്നു മാറുകയാണ്. ഒരു വ്യക്തി മുഖാന്തരം ഒരു കുടുംബം മുഴുവൻ തകർന്നു മാറുകയാണ്. സ്തോത്രം. സത്യ ആരാധനയ്ക്കായി ദൈവം അത് നിത്യമായി സൃഷ്ടിച്ച മനുഷ്യൻ ഇതാ സത്യ ആരാധനയിൽ നിന്ന് പാപം നിമിത്തം പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ട് അതേ വഴിതെറ്റി മാറുന്നു. ഒരു കുടുംബം തകർന്നു മാറുന്നു. ചോദ്യം എന്നതുകൊണ്ട് ദൈവത്തിന്റെ ആരാധനയുടെ പദ്ധതി അത് മുടങ്ങിയോ? അത് തകർന്നോ? ഇന്ന് രാത്രി പിശാചുകൾക്ക് ഞാൻ വിളിച്ചു പറയട്ടെ, ഇല്ല ഇല്ല ഇല്ല. പിശാചേ, നീ ഒരു വ്യക്തിയെ തകർത്തത് കൊണ്ടും ഒരു കുടുംബത്തെ അതേ തകർത്തത് കൊണ്ടും ദൈവത്തിന്റെ ആരാധനയുടെ ആ നിത്യ പദ്ധതിക്ക് ഒരു കോട്ടവും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ഉറപ്പായി പറയുമ്പോൾ അത് അംഗീകരിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആരാധനയുടെ പദ്ധതിക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല. ആരാധനയ്ക്കായി ദൈവം എന്ത് ചെയ്തു? ദൈവം ഇതാ ആദിമ ദമ്പതികളിൽ തന്നെ 2 സന്താനങ്ങളെ നൽകി ആരാധനയ്ക്കായി എഴുന്നേൽപ്പിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 4-ാം അധ്യായം 3 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. യെസ് 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 അടുത്തത് ശ്രദ്ധിക്കണേ, വളരെ ഗൗരവമായ ഒരു വിഷയം, അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം. അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ദൈവത്തിന്റെ ആരാധനയുടെ നിത്യ പദ്ധതി അത് തകർത്ത് കളയുവാൻ പിശാച് സർവശക്തി ഉപയോഗിച്ച് സർവതന്ത്രങ്ങളും വരെ ഒരു കുടുംബത്തെ തകർത്ത തരിപ്പണമാക്കുമ്പോൾ ഇല്ല, ദൈവത്തിന്റെ ആരാധനയുടെ പദ്ധതി നിന്നുപോയില്ല. ഇത് ആദിമ ദമ്പതികളിൽ തന്നെ ഇതാ 2 സന്താനങ്ങൾ പിറക്കും. ഇവർ രണ്ടും ആരാധനയ്ക്ക് വേണ്ടിയാണ് കടന്നു വരുന്നത്. ആരാധനയ്ക്ക് വേണ്ടിയാണ് കടന്നു വരുന്നത്. ഇവർ രണ്ടും ഒരു സ്ഥലത്തുനിന്ന് ആരാധനയ്ക്ക് വരും. 2 പേരും ഒരേ ഉദ്ദേശത്തോടെ വരും, ഒരേ ഇടത്ത് വരും. അവർ 2 പേരും വഴിപാടുമായി വരുന്നു. 2 പേരും യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിനായി വരും. ചോദ്യം, ഒരുവരിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു, മറ്റൊരുവരിലും അവന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. ചോദ്യം ഇതാണ്,
ഈസ് അവർ ഗോഡ് പാർഷ്യൽ. നമ്മുടെ ദൈവത്തിന് പക്ഷാഭേദം ഉണ്ടോ? ചില പറയും യെസ്, നമ്മുടെ ദൈവത്തിന് പക്ഷാഭേദം ഉണ്ട്. അതുകൊണ്ടല്ലേ കയ്യിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, ഹാവേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഇവിടുത്തെ ദൈവത്തിന്റെ ആത്മാവ് ആ പദങ്ങൾ ക്രമീകരിച്ച് ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിക്കണേ. കയ്യിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്നാ വായി. കയ്യിന്റെ വഴിപാടിലും കയ്യിലും പ്രസാദിച്ചില്ല, അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിന്താഗതിക്ക് പ്രസക്തി കൊടുക്കാം. എന്താ? നല്ല വഴിപാട് അർപ്പിച്ചിരുന്നെങ്കിൽ കയ്യിന് വേണമെങ്കിൽ ആ സ്ഥാനത്ത് ദൈവപ്രസാദം ഏറ്റുവാങ്ങാം. നമ്മുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ. വഴിപാട് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കും, ജീവിതം എങ്ങനായാലും കുഴപ്പമില്ല. ഞാൻ 36 വർഷമായി സഭാശുശ്രൂഷയിൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് എനിക്കറിയാം, ചില പുള്ളികൾ സഭായോഗം വരെ മുടക്കിക്കളയും. അയ്യോ എന്റെ ദൈവമേ, ഇതെന്തോ ഒരു ആത്മീയ സഭായോഗം വരെ മുടക്കിക്കളയും. ഇപ്പൊ ഇന്ന് രാത്രി പല സഹാക്കൾ വന്നിട്ടില്ല, എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇവിടെ പോയാൽ നമുക്കൊരു പൊതു മീറ്റിംഗ് ഉള്ളപ്പോഴൊക്കെ ഓടി വരേണ്ടതാണ്, നമ്മുടെ കാര്യം ഓടി വരേണ്ടത്. പോട്ടെ, ഞാൻ വിധിക്കുന്നില്ല, നമ്മളെ അത് ഏൽപ്പിച്ചിട്ടുമില്ലല്ലോ. സഹോദരൻ, ഞായറാഴ്ച സഭായോഗം മുടക്കുന്നു. ഇവിടുത്തെ വിധി അനുസരിച്ച് പറഞ്ഞാൽ അന്നും ഡ്യൂട്ടി ഉണ്ട്, പാസ്റ്ററെ പോയല്ലേ ഒക്കും എന്നാ പറയുന്നത്. കേട്ടെ, എന്നാ പോട്ടെ, മറ്റൊരു യോഗത്തിന് നീവ അതുമില്ല. ചില ആളുകളുണ്ട് വീട്ടിലൊക്കെ ഇരുന്ന് ഒരു പ്രാർത്ഥനയും കൂട്ടുമൊക്കെ. അവർക്ക് പറ്റിയ ഒരു ദൈവദാസനെ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഭാപാസ് പോലും വർഗത്തില്ല, വീട്ടിലിരുന്ന ഒരാരാ. മറിച്ച് ചർച്ചയിൽ വരത്തില്ല. അത് ചിലക്കുള്ള ഒരു രോഗമാണ്. അങ്ങനെ രോഗങ്ങൾ ഒത്തിരി കൊണ്ട് പോട്ടെ, അങ്ങോട്ട് കണ്ടുകൊണ്ടില്ല. സഭായോഗം പോലും മുടക്കും. ദൈവത്തിന്റെ വളരെ ശക്തമായി പറയുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇങ്ങനെ സഭായോഗം മുടക്കിയിട്ട് വല്ലപ്പോഴും ഒന്ന് പാസ്റ്റ് വന്ന് തലയൊന്ന് കാണിച്ചിട്ട് ആരാധന കഴിയുന്ന നോക്കി നിൽക്കുക, പുറത്തിയാടാൻ അതിന് ഓടി പാസ്റ്റ് എടുത്തോട്ട് വന്ന് കൈ പിടിച്ച് ഏതാണ്ടൊന്ന് ഏൽപ്പിക്കും. നമ്മുടെ നാട്ടിലെ വീതി അനുസരിച്ച് ഇച്ചിരി നീളവും വീതിയുള്ള ഒരു കടലാസ്, അതിനകത്ത് ഇച്ചിരി വലിപ്പത്തിൽ ഗാന്ധിത്തല ഉള്ളതൊന്ന് മടക്കി കൊണ്ടുവന്ന് പാസ്റ്റർ പിടിച്ചേൽപ്പിക്കും. എന്നിട്ട് പറയും, പാസ്റ്ററെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് സഹായത്തിന് വരാനൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ വരാൻ പറ്റുന്നില്ല പാസ്റ്റർ, ഓരോ തടസ്സങ്ങളാണ്, ഓരോ ഞായറാഴ്ച വന്ന് വിട്ട് പാസ്റ്റർ ഇത് കയ്യിരിക്കട്ടെ, പക്ഷേ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണേ, മറക്കല്ലേ പാസ്റ്ററെ. പാസ്റ്റർ ഒരു പക്ഷേ ഈ നീളമുള്ള താളും അതിനകത്തെ വലിയ തലയും കണ്ട് അങ്ങ് ക്ഷമിച്ചെന്ന് വരും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒന്ന് പറയാം, വലിയ വഴിപാട് അർപ്പിച്ചിട്ട് നീ സഭായോഗം മുടക്കി, നിന്റെ ജീവിതം മാതൃകയല്ല, അത് ഏത് പാപവും ചെയ്ത് നീ മുൻപോട്ട് പോയാൽ നിന്റെ വഴിപാട് നോക്കി പ്രസാദിക്കുന്നവനല്ല എന്റെ ദൈവം. ഇച്ചിരി ശക്തമായി ഞാൻ പറയാം, കട്ടികൂട്ടി പറയും. എന്റെ ജീവിതം ശരിയല്ല, ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്നു, തോന്നിയ പോലെ പെരുമാറുന്നു, അവസരം കിട്ടിയാൽ അത് ഏത് പാപവും ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ അത് വലിയ വഴിപാടുമായിട്ടാണ് ഇതാ ചർച്ചിൽ വന്നിരിക്കുന്നത്. സഹോദര സഹോദരി, നിന്റെ വഴിപാട് നോക്കിയിട്ട് അത് കണ്ട് അതിൽ മയങ്ങി പ്രസാദിക്കുന്നവനല്ല എന്റെ ദൈവം. ക്രിസ്തീയ സഭാചരിത്രം പഠിച്ച സൈമണി എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ അതേ കത്തോലിക്ക സഭയിൽ കടന്നുകൂടുവാനിടയായി. ഏത് മഹാപാപവും ചെയ്യാൻ ആലയത്തിന്റെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ചീട്ട് അത് നോക്കണം. പാപം, ആ പാപത്തിന്റെ വലതുവശത്ത് എമൗണ്ട് കൂടെ എഴുതിയിട്ടുണ്ട്. ആ പാപ വിമോചന ചീട്ട് അവിടെ തൂക്കിയിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് ആ നിശ്ചിത സംഭാവന ആലയത്തിൽ അർപ്പിച്ച് പുരോഹിതന്റെ അടുക്കൽ വന്ന് കുമ്പസാരിച്ചു പോയാൽ നിന്റെ പാപം ക്ഷമിച്ചു കിട്ടും. ആലയത്തിന് വരുമാനം കൂടും ദൈവമക്കൾ എങ്ങനെ പോയാൽ. ടെക്സൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അതേ സഭാ ചരിത്രം പഠിക്കുമ്പോൾ 16-ാമത്തെ ശതകത്തിൽ ടെക്സൽ എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ ആലയത്തിൽ വരുമാനം കുറയുന്നെന്ന് കണ്ടപ്പോൾ പുള്ളി കണ്ടുപിടിച്ചൊരു മാർഗമായി പർഗേറ്ററി എന്ന് പറയും. അദ്ദേഹം ആലയത്തിന്റെ എൻട്രൻസിൽ ഇതാ തകരം കൊണ്ട് നിർമ്മിച്ച ഒരു സ്തോത്ര കാഴ്ച പാത്രം, ഒരു കാണിക്കപ്പെട്ട്
അതിനകത്ത് ഈ വരുന്നവരൊക്കെ നിക്ഷേപിക്കണം. പ്രത്യേകിച്ച് തങ്ങളുടെ ബന്ധുമിത്രാദികളോ അതെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവ് മൂഢസ്വർഗത്തിൽ ആണ് വിശ്രമിക്കുന്ന പോലും. മൂഢസ്വർഗത്തിൽ, പർഗേറ്ററി. അപ്പൊ മൂഢസ്വർഗത്തിൽ വിശ്രമിക്കുന്ന ഒരാളിനെ സ്വർഗത്തിൽ എത്തിക്കുവാൻ ഈ തകരപാത്രത്തിൽ വഴിപാടർപ്പിക്കണം. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് ഇച്ചിരി വലിപ്പമുള്ള ഒരു തൊട്ട് അതിനകത്തോട്ടിടാൻ ടെക്സ്റ്റിൽ ഇങ്ങനെയാ പറയുന്നത്, ആ പാത്രത്തിന്റെ അടിത്തട്ടിൽ വന്ന് ഡും എന്ന് ശബ്ദം മുഴങ്ങുമ്പോൾ മൂഢസ്വർഗത്തിൽ വിശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ജും എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കുതിക്കുമെന്ന്. എന്റെ ദൈവമേ, അത് അതുപോലെ വിശ്വസിച്ചിരുന്ന കുറെ ആളുകൾ കാലഘട്ടം ഉണ്ടായിരുന്ന ദൈവത്തിന് സ്തോത്രം. ആലയത്തിൽ വരുമാനം വർദ്ധിക്കുന്നു. ഇതുപോലെ ഏത് മഹാപാപം ചെയ്താലും ആ പാപത്തിന് ഉതകുന്ന നിശ്ചിത തുക സംഭാവന ആലയത്തിൽ അർപ്പിച്ചാൽ നിന്റെ ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ല, നിന്റെ പാപം മോചിച്ചു കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം ദൈവമക്കളെ, കയ്യിന്റെ വഴിപാട് നോക്കിയിട്ടല്ല, ആദ്യം അത് നോക്കിയിട്ടല്ല കയ്യിൽ പ്രസാദിക്കാതെ പോയത്. വൃത്തിക കയ്യിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. സ്വർഗത്തിൽ ദൈവം ആദ്യം നോക്കുന്നത് എന്നെയാണ്. എന്റെ ജീവിതം ശരിയല്ലെങ്കിൽ ഞാൻ എത്ര നീളത്തിൽ സ്തോത്രം പറഞ്ഞാലും എന്റെ കർത്താവ് നോക്കി പറയും, ഇത് ബീവറീസിന്റെ ഒരു സൂത്രമാണെന്ന് പറയും. എന്റെ ജീവിതം ശരിയല്ല, എന്റെ നടപ്പ് ശരിയല്ല, എന്റെ ഇരിപ്പ് ശരിയല്ല, സമീപനം ശരിയല്ല. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ദൈവത്തിൽ വന്ന് സ്തോത്രം പറഞ്ഞാൽ എന്റെ ദൈവം എങ്ങനെ അത് പ്രസാദിക്കും? എനിക്ക് മനസ്സിലായി നിങ്ങൾ സ്തോത്രം പറയാത്ത അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം പറയണ്ട, സ്തോത്രം ഒന്നും പറയണ്ട. ഞാൻ അങ്ങനെ തന്നെയായി തീരുമാനിച്ചാൽ ക്ലാസ് എടുത്തു പോകുന്ന സ്തോത്രം. ആരെ നിർബന്ധിച്ച് എനിക്ക് സ്തോത്രം പറയിക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ തന്നെ പോകണം. നമ്മുടെ സഭ വളർന്നുകൊണ്ട് വരണം. സ്തോത്രം പറയാത്ത സഭ, ആരാധിക്കാത്ത സഭ എന്ന നിലയിൽ വളർന്നു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. എന്റെ ജീവിതമാ കർത്താവ് നോക്കുന്നു, എന്റെ സമീപനമാ കർത്താവ് നോക്കുന്നു, എന്റെ നോട്ടമാ കർത്താവ് നോക്കുന്നു. അത് ശരിയാകാമെങ്കിൽ അതിൽ നിന്നുകൊണ്ട് ഞാൻ ഹൃദയം തകർന്ന് കണ്ണുകൾ നിറഞ്ഞ് ഒരു സ്തോത്രം പറഞ്ഞാൽ അത് വഴിയിലെങ്ങ് തങ്ങുകയില്ല, ഒരു പിശാച് നടയാനൊക്കെയില്ല. അത് എന്നെത്തേണ്ടിടത്ത് ചെന്നെത്തും. ഇന്ന് രാത്രി ഞാൻ അതുപോലെ വിശ്വസിക്കുന്നു. ആ സ്തോത്രത്തിങ്കിൽ എന്റെ ദൈവം ചലിക്കും, അവന്റെ കരം നീട്ടും, അവന്റെ പ്രസാദം നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും അത് ഉണ്ടാകും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും, നീ ഉൾപ്പെട്ടു നിൽക്കുന്ന അതേ സഭ അനുഗ്രഹിക്കപ്പെടും. ആദ്യം ജീവിതം ശരിയാണ്. ലൈഫ് ഈസ് ടു ബി ട്രാൻസ്ഫോംഡ്. And through that transformed life, you have to render offerings unto the Lord. കർത്താവിന് വഴിപാട് അർപ്പിക്കണം. കയ്യിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. ചോദ്യം, എന്തുകൊണ്ട് കയ്യിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല? എൻ്റെ കുഞ്ഞു ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ മറ്റുമൊക്കെ ഞാൻ പഠിച്ചതും എന്നെ പഠിപ്പിച്ചതും ഒക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അത് ദൈവം എനിക്ക് അറിഞ്ഞുകൂടായി. എന്നെ പഠിപ്പിച്ച സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിച്ചത് കൈ നിലത്തിലെ അനുഭവമായ ദൈവസന്നിധി, നിലത്തിലെ വഴിപാട്. അപ്പൊ പുഴുകുത്തിയ പയറും എലി കടിച്ച കാച്ചിലും പാറ്റ കുത്തിയ അതെ ചേനയും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ദൈവം പ്രസാദിക്കും. അപ്പൊ കയ്യിൽ കൊണ്ടുവന്നത് പുഴുകുത്തിയ പയർ, എലി കടിച്ച കാച്ചിൽ, അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് ആ ദൈവം പ്രസാദിക്കാം. എന്റെ കർത്താവേ, ഞാൻ ഈ തിരുവചനം പഠിച്ചു വന്നപ്പോഴില്ലേ സത്യം മനസ്സിലായത്. ഒന്നും രണ്ടും കാരണങ്ങളല്ല ദൈവമക്കളെ, 5 കാരണങ്ങൾ നിമിത്തമാണ് ഈ കയ്യിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിക്കാൻ. 5 കാരണങ്ങൾ. 4ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? 1-ാമത്തെ കാരണം അവിടെ കൊടുക്കുന്നുണ്ട്. First reason why the coin is not pleased.
4:3 ഒന്ന് വായിച്ചാട്ടെ. കുറേക്കാലം അതെ. ഒന്നാമത്തത്, കയ്യിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിക്കാതെ പോയതിന് ഒന്നാമത്തെ കാരണം the procrastinating nature of Cain. എന്താ ഈ procrastination എന്ന് പറഞ്ഞാൽ? സമയം നീട്ടിവെക്കുക. അതാണ് ഈ procrastinating nature എന്ന് പറയുന്നത്. ഇവിടെ വായിക്കുന്നു, കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യിൽ നിലത്തിലെ അനുഭവമായി യഹോവയുടെ സന്നിധിയിൽ കുറെ കാലം. ദൈവത്തിന് വഴിപാട് അർപ്പിക്കേണ്ടത് അത് കുറെ കാലം കഴിഞ്ഞിട്ടല്ല. ദൈവം നിനക്ക് എപ്പോൾ നന്മ ചെയ്യുന്നു അപ്പോൾ അവിടെ നിന്ന് നീ വഴിപാട് അർപ്പിക്കും. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിയിൽ എൻ്റെ കാറ് മറ്റൊരു കാറുമായി മുട്ടണ്ടായെന്ന് വിചാരിക്കുക. ആ ഒരു വലിയ അപകടത്തിൽ കർത്താവിനെ രക്ഷിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ആ കാർ അങ്ങോട്ട് മാറ്റി നിർത്തി ആ വണ്ടിയിൽ ഇരുന്ന് കൈ ഉയർത്തി ഞാൻ സ്തോത്രം പറയാം, കർത്താവേ, എൻ്റെ കാറ് ഇടിച്ച് തകർന്നു പോകേണ്ടതായിരുന്നു, അതിൽ ഞാൻ നശിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ എനിക്കും എൻ്റെ കാറിന് ഒരു കേടും വരുത്താത്ത എൻ്റെ കർത്താവിന് സ്തോത്രം എന്ന് ഞാൻ അവിടെ ഇരുന്ന് പറയും. അതിനുവേണ്ടി വാച്ച് ലൈറ്റ് സർവീസ് നീ നോക്കിയിരിക്കരുത്. ചില ആളുകളുണ്ട് എല്ലാത്തിനും വഴിപാട് അർപ്പിക്കുവാൻ വാച്ച് ലൈറ്റ് സർവീസ്. ഡിസംബർ മാസം 31 രാത്രി ആകെ കൂടി കിട്ടുന്ന 2 മണിക്കൂർ ഈ പാസ്റ്റിനകത്ത് എല്ലാം കൂടെ ക്രമീകരിച്ചു പോവുകയും വേണം. കർത്തമേശ നടക്കണം, എല്ലാം നടക്കണം. നിനക്ക് ദൈവം ഒരു നന്മ ചെയ്യുമ്പോൾ, ഉപകാരം ചെയ്യുമ്പോൾ അതിന് നീ സ്തോത്രം അർപ്പിക്കേണ്ടത് അതെ കുറെ കാലം കഴിഞ്ഞിട്ടല്ല. ദൈവം എപ്പോഴാണോ നന്മ ചെയ്തത്, എപ്പോഴാണോ വിടുതൽ നൽകിയത്, ആ സമയത്ത് അതിന്റെ ചൂടോടെ വേണം നീ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ, വഴിപാട് അർപ്പിക്കുവാൻ. അതിലധികം പ്രസാദിക്കും. ചില ആളുകളുണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ട് എന്ന് നല്ല നിശ്ചയമുണ്ടായിട്ട് അവരിറങ്ങത്തില്ല. അവർ സമയം നീട്ടിക്കൊണ്ടു. ഇതിന്റെ മേൽ വരുന്ന ഈ അപകടം എത്ര വലുതാണ്. ദൈവമക്കളെ ഒന്ന് കുറിച്ചിട്ടോടെ ഞാൻ ആരെയും പേടിപ്പിക്കുകയല്ല. കർത്താവിന്റെ വേലയ്ക്ക് വിളി നിയോഗം ഉണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി. പാസ്റ്റ് പറഞ്ഞുകൊണ്ടോ പ്രവാചകൻ പറഞ്ഞുകൊണ്ടോ നിങ്ങൾ ഇറങ്ങിയായിരുന്നു സ്വന്തം. എന്നാൽ നിയോഗമുണ്ടെങ്കിൽ ഇറങ്ങണം. സമയം നീട്ടി വെക്കരുത്, അപകടമാണ്. എൻ്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ച ഒരു അച്ഛൻ കുഞ്ഞ്, അത് ഞാൻ ബെന്തിക്കോസിലല്ല, ഇവൻ ബെന്തിക്കോസുകാരൻ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പറയീസ, ഞാൻ 10ാം ക്ലാസ് വരെയൊക്കെ കട്ടിച്ച് പഠിക്കുന്നത്, ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് ഞാൻ സൂക്ഷിയുടെ വില ചെയ്യാൻ പോയി. അപ്പൊ എന്റെ പുസ്തക പ്രായത്തിൽ ഞാൻ ഇവനോട് പറഞ്ഞു, അച്ഛൻ കുഞ്ഞെ നിന്റെ ആയുസ് നടക്കത്തില്ല, നീ അല്ലേ നോക്കിക്കോളാം. എന്നിട്ട് അവൻ എന്നോട് പറയും, നീ പോകും, ഞാൻ ബൈബിൾ സ്കൂളിൽ പോകും, പഠിക്കും, സൂക്ഷിയുടെ വില. 10ാം ക്ലാസ് ഇവൻ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞപ്പോൾ വീടിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഇവൻ ഇലക്ട്രീഷ്യൻ കോഴ്സ് പഠിച്ച് അത് ഡിപ്ലോമ. വീട് അത്ര സാമ്പത്തിക പിടിപ്പുള്ള ഒരു വീടല്ല. ഇവൻ 2 പെങ്ങന്മാരുണ്ട്, മാതാപിതാക്കൾ വേണ്ടത്ര ആരോഗ്യമുള്ളവരല്ല. അപ്പൊ കുടുംബം പോറ്റേണ്ട ഇവന്. അവൻ ഇലക്ട്രീഷ്യൻ കോഴ്സ് പഠിച്ചു ഡിപ്ലോമ എടുത്തു കഴിഞ്ഞപ്പോൾ താല്പര്യം വെളിയിലെങ്ങാണ് ജോലി ചെയ്താൽ. അങ്ങനെ ദുബായിൽ അദ്ദേഹത്തിന് ജോലിക്കുള്ള അവസരം. ദുബായിൽ വന്നു, ജോലി ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ഒരു അവധി കിട്ടി, ഇദ്ദേഹം നാട്ടിൽ വന്നു. കുറച്ച് പൈസ കയ്യിലുണ്ട്. വീടൊന്ന് പുതുക്കിയിട്ട് മൂത്ത പെങ്ങളുടെ കല്യാണം നടത്തി. കയ്യിലെ കാശ് തോന്നും. അപ്പൊ അച്ഛൻ ദൈവത്തോട്, കർത്താവ്, എനിക്കൊരു അവസരം കൂടെ തരണം, ഞാൻ ഒന്നുകൂടെ പോകും, ജോലി ചെയ്ത് മടങ്ങി വരും, ഇച്ചിരി പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് വന്ന് നിന്റെ വേല ചെയ്തുകൊള്ളാം. 2ാം പ്രാവശ്യവും അച്ഛൻ കുഞ്ഞ് ജോലി ചെയ്ത് മടങ്ങി വന്നു. 2ാമത്തെ പെങ്ങളുടെ വിവാഹം കഴിപ്പിച്ചുകൊണ്ടപ്പോ കയ്യിലെ കാശ്. അപ്പോഴും വീസ ഉണ്ട്. അച്ഛൻ കുഞ്ഞ് പറഞ്ഞു, കർത്താവെ, ഒരവസരം കൂടെ തരണം, ഞാൻ ഈ പ്രാവശ്യം ഞാൻ ദുബായിൽ പോയി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ സൂക്ഷിച്ച വേലയ്ക്ക് തന്നെ ഞാൻ ആ നിലയിൽ പോകുന്നു എന്ന് പറഞ്ഞ് അച്ഛക്കുഞ്ഞ് പോയി. എനിക്കടുത്ത് അറിയാവുന്നതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു. 3ാം പ്രാവശ്യം അച്ഛക്കുഞ്ഞ് ദുബായിൽ പോയി ജോലിയും ചെയ്തു. പക്ഷെ തിരികെ വന്നതായി ഇനിയും പറയാൻ പോയി. അച്ഛക്കുഞ്ഞ് സ്വയമേ അല്ല വന്നത്. അച്ഛക്കുഞ്ഞിനെ മടക്കി കൂട്ടി ഒരു പെട്ടിക്കകത്താക്കി ഇനി കൊണ്ടുവരിക. സംഭവിച്ചത് പറയട്ടെ, 7 നിലകളുള്ളതായ ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറി 2 കേബിൾ തമ്മിൽ ഒട്ടിച്ചപ്പോൾ ഷോക്ക് ഏറ്റിട്ട് അവിടെ താഴെ വീണു. ആ സ്പോട്ടിൽ മരിച്ചു.
മൂന്നാം പ്രാവശ്യം അച്ഛൻ കുഞ്ഞ് നാട്ടിൽ വന്നത് സ്വയമേ വന്നതല്ല, മറിച്ച് അവനെ പെട്ടിക്കകത്താക്കി ഇനി കൊണ്ടുവരിക. ഈ സംഭവം കണ്ടതിൽ പിന്നെ എന്നെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു സംഭവമായി ഇത് മാറും. എന്ത്? നീ ദൈവത്തോടൊരു കാര്യം നേർന്നാൽ, നീ ചെയ്യാമെന്ന് പറഞ്ഞ് ദൈവത്തോടൊരു കാര്യം സമ്മതിച്ചാൽ, അല്ല നീ ചെയ്യേണ്ടതിനായി കൂടെ ദൈവം നിയോഗം തന്നിട്ട് നീ അത് ചെയ്യാതെ സമയം നീട്ടിവെച്ചാൽ ചിലപ്പോൾ പ്രാണന് പോലും നഷ്ടം സംഭവിപ്പാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അത് ഗൗരവത്തോടെ എടുക്കും? ദൈവത്തിന് സമയം നീട്ടരുത്. കർത്താവ് നിന്നെ ഈ കൃപയിലേക്ക് വിളിച്ചിറക്കുമ്പോൾ നീ സമയം നീട്ടരുത്. സ്നാനത്തിനായി ദൈവാത്മാവ് നിയോഗം തരുമ്പോൾ നീ സമയം നീട്ടരുത്. അതാത് സമയങ്ങളിൽ ദൈവാത്മാവ് തരുന്ന നിയോഗം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോയാൽ അതിന് രണ്ട് ഗുണമുണ്ട്. ചെയ്യുന്ന കാര്യം പെർഫെക്റ്റുമായിരിക്കും, രണ്ട് തമ്പുരാനതിൽ പ്രസാദിക്കുകയും ചെയ്യും. സമയം നീട്ടിവെക്കരുത്. എനിക്കറിയാം ചില ആളുകൾ ദശാംശം കൊടുക്കുന്നു, ചില കൊടുക്കത്തില്ല, അത് വേറെ കാര്യം. ചില ആൾ ദശാംശം കൊടുക്കുന്നത് എനിക്കറിയാം. ഇപ്പൊ അതാത് മാസത്തെ ദശാംശം ആ മാസത്തിന്റെ ആരംഭത്തിൽ ശമ്പളം കിട്ടുമ്പോൾ തന്നെ ദശാംശം എടുത്ത് ബൈബിളിൽ വെക്കും. എന്നിട്ട് ബൈബിളിൽ വെച്ചോണ്ട് വരെ നടക്കും. സ്തോത്രം. ബൈബിൾ വെച്ചോണ്ട് നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മാസത്തിന് ഒടുവിൽ ഒരു 28 29 വരുമ്പോൾ കൊച്ചിനൊരു അസുഖം വന്നു. ഉടനെ ഈ പൈസ അങ്ങോട്ട് എടുത്ത് ചെലവാക്കിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, അടുത്ത മാസം വരുമ്പോൾ ഞാൻ 2 മാസത്തെ കൂടെ ഒരുമിച്ച് കൊടുക്കും. 2ാമത്തെ മാസവും സാലറി കിട്ടുന്നു, ദശാംശം എടുത്ത് ബൈബിളിൽ വെക്കും, എന്നിട്ടും ആലയത്തിൽ കൊണ്ടുവരുന്നു. ഇത് ഇങ്ങനെ കൊണ്ട് നടക്കും. അങ്ങനെ വരുമ്പോൾ 2ാം മാസം ഒന്നുകിൽ ലോൺ അടയ്ക്കണം, അല്ലെ കരണ്ട് ചാർജ് കെട്ടണം. ഇങ്ങനൊരു ആവശ്യം വന്നുകൊണ്ട് ഇത് അങ്ങോട്ട് എടുത്തുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, അടുത്ത മാസം വരുമ്പോൾ ഞാൻ പഴയതും കൂടെ ചേർത്ത് 3 മാസത്തെ ഒരുമിച്ച് കൊടുക്കും. 3ാം മാസം വരുമ്പോൾ ചെയ്യുന്ന കാര്യം എമൗണ്ട് വലുതായി. അപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, ദശാംശം കൊടുത്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ദശാംശം ഞാൻ കൊടുത്തിരിക്കും. സഹോദര സഹോദരി, തമ്പുരാന് കൊടുക്കേണ്ടത് നീ അതാത് സമയത്ത് കൊടുക്കണം. നീ അതിന് സമയം നീട്ടരുത്. സമയം നീട്ടിയാൽ എന്റെ ദൈവത്തിന് അതിൽ പ്രസാദമില്ല. ദൈവവേലയ്ക്കുള്ളത് ഒരിക്കലും നിങ്ങൾ മറ്റൊരു കാര്യത്തിന് ചിലവഴിക്കരുത്. ദശാംശം എന്ന് പറയുന്ന ലോൺ അടയ്ക്കാനുള്ളതല്ല, ദശാംശം എന്ന് പറയുന്ന കുഞ്ഞിനെ ട്യൂഷൻ ഫീ അടയ്ക്കാനുള്ളതല്ല, മറിച്ച് ദശാംശം ദൈവത്തിന്റെ ആലയത്തിൽ വരണം. അത് കർത്താവിന്റെ വേലയ്ക്ക് പോകേണ്ടത്. അത് നീ സമയം നീട്ടുമ്പോൾ അതിനെ അർപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തിന് അതിൽ പ്രസാദമില്ല. എനിക്കറിയാം, കടം വാങ്ങിച്ച് ദശാംശം മുടക്കാതെ കൊണ്ടുവന്ന് സഭയിൽ കൊടുക്കുന്നവർ എനിക്കറിയാം. കടം വാങ്ങിച്ച്, കാര്യം ആ മാസം സാലറി കിട്ടിയില്ല എങ്കിൽ ദശാംശം മുടക്കരുത് കൊണ്ടുവന്ന് കൊടുക്കുന്നവർ എനിക്കറിയാം. അങ്ങനെയുള്ളവരെ എന്റെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അവിടെ തലമുറകൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഉന്നത അവസ്ഥയിൽ ആയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ദൈവം എന്തുകൊണ്ട് കയ്യിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചത്? ഒന്ന്, പ്രൊക്രാസ്റ്റിനേറ്റിംഗ് നേച്ചർ, അവൻ സമയം നീട്ടി എന്നുള്ളതാണ്. 2ാമത്തെ കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ഹിസ് സിൻഫുൾ നേച്ചർ, അവന്റെ പാപ സ്വഭാവം. ഇത് അവൻ കണ്ടുപിടിക്കുന്നില്ല, പക്ഷേ കർത്താവ് കണ്ടുപിടിക്കുന്നു. 6ാമത്തെ വാക്യം, അതെ 7ാമത്തെ വാക്യത്തിലേക്ക് വരാം. 4:7. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ വായിച്ചു, നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. സിൻഫുൾ നേച്ചർ. തമ്പുരാൻ ഈ കയ്യിനെ അടിമുടി ഒന്ന് പരിശോധിച്ചപ്പോ ഇവൻ ആള് ശരിയല്ല. ഇവന്റെ മുമ്പിൽ പാപം, അവന്റെ പിമ്പിൽ പാപം, അവന്റെ കൈകളിൽ പാപം, അവന്റെ മനസ്സിൽ പാപം. ഇങ്ങനെ പാപത്തിൽ നിറയപ്പെട്ട ഒരു, ആ പാപത്തിൽ നിന്ന് ഉത്തരിഞ്ഞു വരുന്ന ആ വികാരം നോക്ക്, കോപം. ഹാബേലിന്റെ വഴിപാട് ദൈവം പ്രസാദിക്കുമ്പോൾ ഇത് കണ്ടിട്ട് സ്വന്തം സഹോദരന് കോപമുണ്ട്. ഇത് കണ്ടാണ് സ്വർഗത്തിലെ ദൈവം പറയുന്ന, കൈയിലേ നീ എന്തിനു കോപിക്കും, എന്തിനെ മുഖം വാടിയിരിക്കും? പാപം നിന്റെ
വാതിൽക്കൽ കിടക്കും. അതിന്റെ ആഗ്രഹം നിന്നോടാകും. അത് നിന്നെ കീഴ്പ്പെടുത്തുകയല്ല, മറിച്ച് നീ അതിനെ കീഴ്പ്പെടുത്തും. അപ്പൊ പാപത്തിന്റെ ശക്തി ശ്രദ്ധിച്ചോണം. പാപത്തെ നമ്മൾ കീഴ്പ്പെടുത്തിയില്ല, പാപം നമ്മളെ കീഴ്പ്പെടുത്തും. എന്നാൽ കർത്താവ് പറയുന്നു, നിനക്ക് പാപത്തെ കീഴ്പ്പെടുത്തുവാൻ അധികാരമുണ്ട്. നീ കീഴ്പ്പെടുത്തിയാൽ അത് കീഴ്പ്പെടും. സ്തോത്രം. ഞാൻ ഇവിടെ ഒന്ന് വായിപ്പാനിടയായി. നെപ്പോളിയൻ ചക്രവർത്തി യുദ്ധം ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് താനൊരു സന്യാസിയെ കണ്ടുമുട്ടുവാനിടയായി. സന്യാസി ദേവൻ ചക്രവർത്തി എന്നൊക്കെ അറിയാം, പക്ഷേ അത് കണ്ട് അത്ര കാര്യമാക്കിയില്ല, ബഹുമാനിച്ചില്ല. ഈ സന്യാസി ഈ ചക്രവർത്തി സൂക്ഷിച്ചു നോക്കി. സന്യാസി വളരെ കൂളായി പറഞ്ഞു, നിങ്ങൾ എന്തിനെ സൂക്ഷിച്ചു നോക്കുന്നു? നിങ്ങൾ എന്റെ അടിമയുടെ അടിമയാണ് എന്ന് സന്യാസി മറുപടി പറഞ്ഞു. നെപ്പോളിയൻ ചക്രവർത്തിക്ക് തീരെ പിടിച്ചില്ല. ഈ മനുഷ്യൻ എന്നെ ബഹുമാനിച്ചിട്ടില്ല, അതൊന്ന്. ഇപ്പൊ ഇയാള് പറയുന്നു, ഇവന്റെ അടിമയുടെ അടിമയാണ് ഒരു ഞാൻ, ഈ ചക്രവർത്തിയായ ഞാൻ. നെപ്പോളിയൻ ആകെ ദേഷ്യം വന്നു, കോപം വന്നു. ഈ മനുഷ്യൻ അരിശം വന്നു. ഇവനെ കൊല്ലുവാനായി വാള് കയ്യിലെടുത്തു. ഉടനെ ഈ സന്യാസി കൂളായി മറുപടി പറഞ്ഞു, നീ എന്നെ കൊല്ലും, എന്റെ ശരീരത്തെ അത് അഫക്റ്റ് ചെയ്യും, പക്ഷെ എന്റെ ആത്മാവിനെ തൊടുകയില്ല. നിനക്ക് തൊടാൻ അധികാരം. അപ്പോഴത്തേക്ക് വാള് പതുക്കവേ അതേ ഉറയിലിട്ടു. അപ്പോഴും ഈ ചക്രവർത്തിയുടെ അരിശം മാറുന്നില്ല. ചക്രവർത്തി ചോദിച്ചു, നീ എന്നായി പറഞ്ഞത്? ഞാൻ നിന്റെ അടിമയുടെ അടിമയാണ്. സന്യാസി പറഞ്ഞു, യെസ്, നീ എന്റെ അടിമയുടെ അടിമയാണ്. അതെന്താ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഉടനെ സന്യാസി പറഞ്ഞു, കോപം അതിന്റെ ഉടപ്പുറപ്പ. ഈ കോപത്തെ ഞാൻ അടിമയാക്കി കഴിഞ്ഞു. അതിന് എന്റെ മേൽ അധികാരമില്ല, ഞാൻ അതിനെ അടിമയാക്കി. അങ്ങനെ ഞാൻ അടിമയാക്കിയ ഈ കോപത്തിന്റെ അടിമയാ നീ ഇപ്പോ. അങ്ങനെ വന്നപ്പോൾ നീ എന്റെ അടിമയുടെ അടിമയാണ്. ശ്രദ്ധിക്കണേ, നീ എന്റെ അടിമയുടെ അടിമയാണ്. കേട്ടാൽ നമുക്ക് അത്ര അങ്ങോട്ട് സുഖം തോന്നുകയില്ല. കാര്യം, എടാ എന്റെ അടിമയുടെ അടിമയാണ് പാസ് എന്ന് പറഞ്ഞു, എന്തു അതിന്റെ അർത്ഥം? എന്നാൽ ഈ സന്യാസി ബുദ്ധിമാൻ. അദ്ദേഹം പറഞ്ഞു, കോപം അതിനെ കോൺകർ ചെയ്ത ഒരു ശക്തിയായിരുന്നു. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് എ സ്ലേവ്. കോപം ഇതിന്റെ അടിമയാണ്. നീയോ ഇന്ന് ആ അടിമയുടെ അടിമയായി മാറിയിരിക്കും. സ്തോത്രം. പാപം നമ്മുടെ മുൻപിൽ കിടക്കും. അതിന്റെ ആഗ്രഹം നമ്മോടാണ്. പക്ഷെ തമ്പുരാൻ പറയുന്നു, നിനക്കതിനെ കീഴടക്കാം, അടക്കാം. ആ പാപത്തെ നിനക്ക് അടിമയാക്കാം. അത് കീഴടങ്ങും. ഇല്ലെങ്കിൽ അതിന്റെ ആഗ്രഹം നിന്നോട്. സ്തോത്രം. ഇന്ന് പാപം വാതുക്കലല്ല കിടക്കുന്നത്, പാപം പോക്കറ്റിലാണ് കിടക്കുന്നത്. പാപത്തിനുള്ള 100 വഴികളാണ് ഇന്ന് നമ്മുടെ തലമുറ കൈകാര്യം ചെയ്യുന്നത്. മൊബൈൽ ഫോൺ, ഇമെയില്, ഓർക്കൂട്ട്, ആ കൂട്ട്, ഈ കൂട്ട്, ചുരുക്കി പറഞ്ഞ പാപം ചെയ്യുവാനുള്ള 100 വഴികൾ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, നീ ഏത് പാപവും, അതിന്റെ രഹസ്യമായാലും പരസ്യമായാലും, നീ അത് ചെയ്യുമ്പോൾ അത് വന്ന് തറയ്ക്കുന്നത് എവിടെന്ന് ചോദിച്ചാൽ തമ്പുരാന്റെ തിരുനെഞ്ചില. നീ രഹസ്യമായി പാപം ചെയ്താലും അത് അവനറിഞ്ഞു. ഞാൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, ഈ മുറിയെല്ലാം അടച്ചിട്ട് ഞാൻ ഈ പ്ലഗെ കുത്തിക്കൊണ്ട് ഇച്ചിരി കറണ്ട് എടുത്താൽ നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ, ഇലക്ട്രിസിറ്റി ബോർഡുകാരും അറിയുന്നില്ലല്ലോ. ഞാൻ മുറിയെല്ലാം അടച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി കറണ്ട് എടുക്കുക. ഞാൻ മുറി അടച്ചിട്ട് കറണ്ട് എടുത്താലും അടുത്ത പ്രാവശ്യം ബില്ല് വരുമ്പോൾ എൻ്റെ പേരിൽ വലിയൊരു ബില്ല് വരും. നീ രഹസ്യമായി ചെയ്താലും നീ പരസ്യമായി ചെയ്താലും ഏതു പാപവും വന്ന് തറയ്ക്കുന്നത് തമ്പുരാന്റെ തിരുനെഞ്ചിലാണെന്ന് ഇന്ന് രാത്രി പറയുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കളെ, പാപം ചെയ്യാതെ അതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ കഴിയുന്നുവെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദമുണ്ട്. നീ അർപ്പിക്കുന്ന വഴിപാടിന്മേലും ദൈവത്തിന്റെ പ്രസാദമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2, സിൻഫുൾ നേച്ചർ. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവന്റെ മർഡറിംഗ് നേച്ചർ. സ്വന്തം സഹോദരനെ അതും വശീകരിച്ചു വയലിൽ കൊണ്ട് നിർത്തി ഒരടിക്ക് ഇവനെ കൊന്ന് 1 നിമിഷം കൊണ്ട് മറവ് ചെയ്യണമെങ്കിൽ ഇവൻ ആരാ ദൈവമക്കളെ?
ഇവന്റെ രക്തത്തിൽ എന്താ ഈ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്? മർഡറിംഗ് നേച്ചർ. 1994 ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സെമിനാരിയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. അവിടെ വിദ്യാർത്ഥികളെല്ലാം കൂടെ സംഘടിച്ച്, എല്ലാവരുമില്ല, ഒരു കൂട്ടം സംഘടിച്ചിട്ട് മാനേജിന് വരെ പ്രൊട്ടസ്റ്റ് അതേ അവർ ഭാവിച്ചു. അത് പിന്നെ വളരെ രൂക്ഷമായി. 1.5 മാസം കോളേജ് അടച്ചിടേണ്ടിയൊക്കെ വന്നു. അതിനുശേഷം ഞങ്ങൾ സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ സ്ക്രീൻ ചെയ്താൽ എടുക്കാം. അതുവരെ ഞങ്ങൾ ഈ വരുന്ന സ്റ്റുഡൻസിനെ അധികം ഒന്നും ക്രോസ് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാതെ, ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കാതെ, പാസ്റ്റർമാരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ നോക്കി, പിന്നെ കർത്താവിന്റെ വിലയ്ക്ക് വിളിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവനൊക്കെ പറയും വിളിയുണ്ടെന്ന് പറയും, അതിന്റെ കറഫിലിങ് അഡ്മിറ്റ് ചെയ്യും. എന്നാൽ 94 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വളരെ സ്ക്രീൻ ചെയ്യാൻ തുടങ്ങി. കാര്യം കോളേജിലും മറ്റുമൊക്കെ രാഷ്ട്രീയം കളിച്ചു വരുന്നവന്മാര് അവർ സെമിനാരി വന്നാലും രാഷ്ട്രീയം കളിക്കും. കോളേജിൽ യൂണിയൻ ഉണ്ടാക്കി അതേ കീഴായി പാടി നടന്നവന്മാര് സെമിനാരി വന്നാൽ യൂണിയൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഇപ്പൊ അഡ്മിഷൻ കൊടുക്കുന്നതിന് 3 റെഫറൻസ് ലെറ്റർ ഉണ്ട്. ഇവന്റെ വക്കൽ നിന്ന് 3 പേര്, ഇവനെ അറിയാവുന്ന 3 പേരുടെ അഡ്രസ് ഞങ്ങൾ വാങ്ങും. എന്നിട്ട് ഞങ്ങൾ തന്നെ ഇവരുമായി കോണ്ടാക്ട് ചെയ്യും. ഇപ്പൊ ഒരാൾ ഇയാളെ കുറിച്ചൊക്കെ പൊക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് അതുപോലെ കിഴിഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻസ് എവിടെങ്കിലും വിട്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. ഇവൻ എവിടെങ്കിലും രാഷ്ട്രീയത്തിൽ കളിച്ചിട്ടുള്ളവനാണെങ്കിൽ നോ വേ. അവൻ എൻട്രൻസ് ടെസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങിച്ചു കാണും, പാസ് നല്ല ക്ലീൻ ലെറ്ററും തന്നു കാണും, പക്ഷെ നോ വേ അഡ്മിഷൻ ഇല്ല. ഞാൻ പറഞ്ഞു, ഇവന്റെ രക്തത്തിൽ രാഷ്ട്രീയത്തിൽ കളിച്ചിട്ടുള്ളവനെങ്കിൽ, യൂണിയൻ ഉണ്ടാക്കി നടന്നവനെങ്കിൽ, ഇവന്റെ രക്തത്തിൽ ഇതാ അലിഞ്ഞു വന്നിരിക്കുന്നു. അവൻ ബൈബിൾ സ്കൂളിൽ വന്നാലും അത് ഉൾപ്പെടുത്തും. ഇവന്റെ രക്തത്തിൽ മർഡറിംഗ് നേച്ചറാണ്. അങ്ങനെയുള്ള ഒരുവനെ, അവന്റെ വഴിപാടിനെ ദൈവം പ്രസാദിക്കണോ? ദൈവം പ്രസാദിക്കുകയില്ല. 4ാമത്തെ കാരണം, സ്വന്തം സഹോദരനെ കൊന്ന് മറവ് ചെയ്യുമ്പോൾ കണ്ട ഒരുവൻ ഉയരത്തിലുണ്ട് കേട്ടോ. ആരും കണ്ടില്ലെന്ന് വിചാരിക്കരുത്. കണ്ട ഒരു ഉയരത്തിലുണ്ട്. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് കൈനോട് ചോദി, കൈനെ, where is your brother? നിന്റെ സഹോദരൻ ഹാബേൽ എവിടെ? ഇവന്റെ മറുപടി നിങ്ങൾ കേൾക്കണം ദൈവമക്കളെ. എടുത്ത വായിൽ ഇവൻ പറയുക, am I the watchman of my brother? ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? That is called resisting nature. ദൈവത്തോട് പോലും തർക്കുത്തരം പറയുവാൻ മടിക്കാത്ത, ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവശബ്ദമാണ് തിരിച്ചറിഞ്ഞിട്ടും അവയുടെ മുമ്പിൽ അതേ അടിയറ പറയേണ്ടതിന് പകരം, സമർപ്പിക്കുന്നതിന് പകരം അതിനോട് എതിർക്കുന്നവൻ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവൻ ഇനി എത്ര വലിയ പ്രാർത്ഥന കഴിച്ചാലും, എത്ര നൊയമ്പ് നോക്കിയാലും, തീർത്ഥാടനം നടത്തിയാലും, ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം അതിൽ പ്രസാദിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. 5ാമത്തത്, ഹൈഡിങ് നേച്ചർ. ഇവൻ പാപം ചെയ്തു, ഇവൻ മഹാപാപമായി ഇവൻ ചെയ്തത്. ദൈവം ഇറങ്ങി വന്ന് ഇവന്റെ പാപത്തെ കുറിച്ച് തൊട്ട് ഇവനെ ബോധ്യപ്പെടുത്തിയിട്ടും ഇവൻ അത് അംഗീകരിക്കാതെ ഹൈഡ് ചെയ്യാം, മറയ്ക്കും. നാം പാപത്തെ മറയ്ക്കുന്നവരാകരുത്. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത്, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പാപത്തെ മറച്ച് അതിനെ മൂടി വെച്ചുകൊണ്ട് നീ വന്ന് വഴിപാടർപ്പിച്ചാൽ എന്റെ ദൈവം അതിൽ പ്രസാദിക്കയില്ല. അവൻ നോക്കുന്നത് നീ എങ്ങനെയുണ്ട്, നിന്റെ സ്വഭാവം എങ്ങനെയുണ്ട്, നിന്റെ പെരുമാറ്റം എങ്ങനെയുണ്ട്, നിന്റെ ജീവിതം എങ്ങനെയുണ്ട്. അവൻ ആദ്യം അത് നോക്കും. അത് നോക്കി അത് ശരിയെങ്കിൽ നിന്നിൽ പ്രസാദിക്കും, നിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കും. മടങ്ങി വരട്ടെ. ഇതാ, കയ്യിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിക്കുന്നില്ല. മറുവശത്ത് ഹാബേലിലും അവന്റെ വഴിപാടും പ്രസാദിക്കുന്നു. ഇതിന്റെ കണ്ടിന്യൂവേഷൻ നാളെ പകൽ ഞാൻ എടുക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഗം പറഞ്ഞ് നിർത്തുവാൻ പോകുകയാണ്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ടെന്നുള്ള പാട്ട് ഇന്നലെ രാത്രി ഒന്ന് പാടാമെന്ന് അതേ ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കരുതി ഇവിടെയുള്ള നിങ്ങൾക്ക് ആ പാട്ട് അറിഞ്ഞുകൂടായെങ്കിൽ എനിക്ക് തൊണ്ടയില്ല, ശബ്ദം എടുത്ത് പാടാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് പാടിയില്ലതേ ഉള്ളൂ. ദാസൻ പ്രിയ സ്വയംപ്രത് പറഞ്ഞു, ആ പാട്ട് തന്നെ ഞാൻ
അത് എടുത്തു വെച്ചതാ. പാസ്റ്റർ പാടുമെന്ന് വിചാരിച്ചു. നമുക്ക് ഇന്ന് രാത്രി പോലെ അടിയൊന്ന് പാടി പെട്ടെന്ന് മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ദൂത് ഇങ്ങനെ ഞാൻ നിർത്തട്ടെ. ആരാധനയിൽ ദൈവം പ്രസാദിച്ച് അതിൻ്റെ സന്തോഷത്തോടെ നീ ഇറങ്ങി വരുമ്പോൾ നിനക്കെതിരെ ദുഷ്ടൻ ചെങ്കോലുമായി എഴുന്നേൽക്കും. ഹാബേലേ, നിന്നിലും നിന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു എന്ന ഒറ്റ കാരണത്താൽ നിന്നെ കൊല്ലുക പോലും ചെയ്യേണ്ടതിന് ഇതാ ദുഷ്ടൻ ചെങ്കോലുമായി നിനക്കെതിരെ എഴുന്നേറ്റ് വരും. ഈ രാത്രി ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആരാധന അത് ദൈവത്തിങ്കിൽ എത്തിച്ചേരുമ്പോൾ, അത് നിമിത്തം സ്വർഗത്തിൽ നിന്ന് പ്രസാദം നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ തലമുറയെ തകർത്ത് കളയുവാൻ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് നിനക്കെതിരെ എഴുന്നേറ്റ് വരും. ആരാധന നിന്നെ പിന്തിരിപ്പിക്കുവാൻ അവൻ പദ്ധതികളൊക്കെ ഇണക്കും. എന്നാൽ ഇന്ന് രാത്രി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് എത്ര പേര് സമർപ്പിച്ച് പ്രാർത്ഥിക്കും? എത്ര പേര് സമർപ്പിച്ച് പ്രാർത്ഥിക്കും? കണ്ണുകളൊന്നും നിറയട്ടെ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ആ സ്ഥാനത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിലും എൻ്റെ വഴിപാടിലും ദൈവമേ നീ പ്രസാദിക്കണം. കർത്താവേ, ഞാൻ ആരാധിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പക്ഷേ എൻ്റെ ആരാധനയിൽ നീ പ്രസാദിക്കുന്നുണ്ടോ? എന്നിലും എൻ്റെ ആരാധനയിൽ നീ പ്രസാദിക്കുന്നവരെങ്കിൽ എൻ്റെ ജീവിതം നിന്റെ സന്നിധിയിൽ ശരിയായിട്ടുണ്ടോ? കർത്താവേ, എൻ്റെ ബലഹീന സ്വഭാവങ്ങൾ, പാപ സ്വഭാവങ്ങൾ, പാപം എൻ്റെ മുൻപിൽ കിടക്കുന്നത് മനസ്സിലാക്കിയിട്ടും അതിനെ കീഴ്പ്പെടുത്തുവാൻ മനസ്സ് വയ്ക്കാതെ പാപത്തിന് പലപ്പോഴും ഞാൻ തന്നെ വിധേയപ്പെട്ടു കൊടുത്തിട്ടുള്ള അനുഭവങ്ങൾ, എൻ്റെ മുൻകോപ സ്വഭാവങ്ങൾ, എൻ്റെ അരുതാത്ത വാക്കുകൾ, ദൈവശബ്ദമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനോട് മത്സരിക്കുന്ന സ്വഭാവം, കർത്താവേ നിന്റെ വിളിയും നിയോഗമുള്ളപ്പോൾ അനുസരിക്കണവരെ സമയം നീട്ടിവെക്കുന്ന അനുഭവങ്ങൾ, എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര്? ഇച്ചിരി ശബ്ദം ഒന്ന് ഉയർത്താമോ? ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്നത് പോലെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഇച്ചിരി ശബ്ദം ഒന്ന് ഉയർത്താമോ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഒന്ന് പുറത്തോട്ട് വരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഇച്ചിരി ശബ്ദം ഒന്ന് ഉയർത്തിക്ക്. ആമേൻ. കണ്ണുനീരോടെ നാവിനെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട്, ഹൃദയം ഒന്ന് ഉടഞ്ഞുകൊണ്ട് ദൈവമക്കൾ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യെസ്, വന്നതുകൊണ്ട് കാര്യമാകുന്നില്ല, പ്രസംഗം കേട്ടത് കൊണ്ട് കാര്യമാകുന്നില്ല. വചനത്തിന് മുൻപാകെ ഒന്ന് കർത്താവേ, എന്നിലൊരു പാപ സ്വഭാവവും അവശേഷിക്കുക. ദൈവമേ, നീ എന്നെ നിന്റെ നഗ്ന നയനങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുമ്പോൾ എന്നിൽ കുറവുകൾ ഉണ്ടാകരുത്, ബലഹീനമുണ്ടാകരുത്. എന്നെ ഒന്ന് കഴുകുമാറാകണമേ. എന്നിൽ നീ പ്രസാദിക്കണം. എൻ്റെ ആരാധന നീ പ്രസാദിക്കണം. കർത്താവേ, ആരാധന നീ പ്രസാദിക്കും. ഒന്നെനിക്കറിയാം, ആരാധന എന്നെ പിന്തിരിപ്പിക്കുവാൻ ദുഷ്ടൻ ചെങ്കോലുമായി എഴുന്നേറ്റ് വരും. എൻ്റെ തലമുറയിൽ കൂടെ എഴുന്നേറ്റ് വരും. എൻ്റെ കുടുംബത്തിൽ കൂടെ എഴുന്നേറ്റ് വരും. താഴെ പുറത്തുനിന്നും അകത്തുനിന്നും ദുഷ്ടൻ എഴുന്നേറ്റ് വരും. ആരാധന എന്നെ പിന്തിരിപ്പിക്കുവാൻ ഇല്ല. ആരാധന ഞാൻ പിന്തിരിയില്ല. എന്നെ കർത്താവിനെ ആരാധിപ്പാൻ ഞാൻ ഇറങ്ങി വന്നുവെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്തിരികയില്ല. ഇന്ന് രാത്രി സമർപ്പിക്കുന്നവർ മാത്രം വലതുകരം ഉയർത്തിപ്പിടിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവ് ഇന്ന് പകൽ നമ്മുടെ കരം കാണട്ടെ. നമ്മുടെ സമർപ്പണ കർത്താവ് ശ്രദ്ധിക്കട്ടെ. പിന്തിരികയില്ല. കർത്താവെ, ആരാധന ഞാൻ പിന്തിരികയില്ല. ഏതെല്ലാം കഴിഞ്ഞ ശക്തികൾ എനിക്കെതിരെ എഴുന്നേറ്റ് വന്നാലും ആമേൻ, ഇല്ല, ഞാൻ പിന്തിരികയില്ല. ഞാൻ മുൻപോട്ട് വെച്ച കാര്യം പുറകോട്ട് വെക്കുകയില്ല. എൻ്റെ ജീവൻ വേർപെടുന്നവരെയും എൻ്റെ കർത്താവിനായി ഞാൻ നിൽക്കും. അവനെ ഞാൻ ആരാധിക്കും. ആരാധിപ്പാൻ എനിക്കൊരു കാരണമുണ്ട്. കർത്താവെ, ഇന്ന് രാത്രി കരങ്ങളെ നീ കാണുമാറാകണം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ചങ്കിലെ ചോരയുടെ മുദ്ര ഇന്ന് രാത്രി ചോദിച്ചുകൊണ്ട് സ്തോത്രം. ഞാൻ പറഞ്ഞത് കരമൊന്നും ഉയർത്തിപ്പിടിക്കാനല്ല പറഞ്ഞത്. See, I don't think you are not understanding my language. I ask you to raise your right hand unto God as a token of commitment. Please, everybody, please listen to me. I am a servant of God. Please raise your right hand to God as a token of your commitment, token of your dedication, token of your obedience. Gracious Lord, see that we are your children. Lord, cleanse us any filthiness that is in us, oh God.
and make our offerings and even our worship acceptable to your God, pleasing to your God. In the name of Father, Son, and the Holy Spirit, I bless you. I bless your children. I bless them, O God. In Christ's name we pray. കുരടി എന്ന് പാടി കർത്താവിനെ ഒന്ന് ആരാധിക്കാം. കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ നമുക്ക്